എന്താ പ്രയാസം? അത് കേട്ടതോടെ എല്ലാവരും ശാന്തമായി. അങ്ങനെ ഒരു പരമാധികാരം അപ്പച്ചനുണ്ട് എന്ന് അന്നേരത്താണ് ഞാനും മനസ്സിലാക്കുന്നത്. എല്ലാവരും ശാന്തമായി. ഉപവാസ പ്രാർത്ഥന കുറച്ചു നേരമായി കഴിഞ്ഞപ്പോൾ ആ പള്ളി ചർച്ചിൽ നീണ്ട വർഷങ്ങളായി പ്രവചനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അമ്മച്ചിയുടെ ഭൂതവിളകി. ഈ ഭൂതത്തിലായിരുന്നു അമ്മച്ചി പ്രവചിച്ചുകൊണ്ടിരുന്നത്, അമ്മച്ചി കൃപാവരങ്ങൾ ചെയ്തിരുന്നത്. എൻ്റെ കൂടെ വന്നിരുന്ന കർത്താവിൻ്റെ ദാസൻ ആ ഭൂതം ബാധിച്ച ആളിൻ്റെ തലയിൽ കൈവച്ച ഭൂതത്തെ പുറത്താക്കി. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ദിവസം ആ പുരയിടത്തിൽ ഒതുങ്ങാത്തതുപോലെ ആളായി കൺവെൻഷന്. അടുത്തുള്ള വീടുകളുടെ മുകളിലും മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളുടെ മുകളിലും വൃക്ഷങ്ങളുടെ മുകളിലും കയറി അതിൻ്റെ മണ്ടിലിരുന്ന് കൺവെൻഷൻ അറ്റൻഡ് ചെയ്തു. ഒരു മരത്തിൻ്റെ ഒരു കമ്പയിൽ ഒത്തിരി പേര് കയറിപ്പോയതുകൊണ്ട് കമ്പോടെ ഒടിഞ്ഞ് എല്ലാവരും കൂടെ വീണു. ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ശക്തികൾ നമ്മളറിയാതെ നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളത്. ഈ അമ്മച്ചി നീണ്ട വർഷങ്ങൾ അവിടെ പ്രവചിച്ചതാണ്. പക്ഷെ ഭൂതാത്മാവിലായിരുന്നു. ആർക്കും തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഞാൻ ഓർക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ മറ്റേതും കൂടെ ഓർമ്മിപ്പിക്കുക. ഇത് പറഞ്ഞ മറ്റൊരു സംഭവമുണ്ട്. ദുബായിയുടെ അടുക്കൽ ഫുജിറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. UAE ഫുജിറയിൽ എന്നൊരു സ്ഥലമുണ്ട്. ഞാനൊരു കൺവെൻഷന് വേണ്ടി ദുബായിക്ക് പോവുകയാണ്. ദുബായി ചെന്ന ഉടനെ ഞാൻ ഒരു രാത്രിയിൽ ഇവിടെ ഉറക്കളച്ചേച്ചാണ് ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് ഏതാണ്ട് 5 മണിക്കോ 6 മണിക്കോ ഉള്ളൊരു ഫ്ലൈറ്റിന് ദുബായിക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലേ രാത്രിയിൽ ഒട്ടും ഉറങ്ങാൻ ഒക്കുകയില്ല. ഉറങ്ങാതെ ഒക്കെ പോയെങ്കിലേ പറ്റുകയുള്ളൂ. അങ്ങനെയൊക്കെ അവിടെ ചെന്നു. ഏതാണ്ട് 3 മണിക്കാണ് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 12 മണിയോടുകൂടെ വീട്ടിൽ നിന്നിറങ്ങി എല്ലാം കൂടെയൊക്കെ അങ്ങ് ദുബായി ചെന്നു. അപ്പോൾ ചെല്ലുമ്പോഴത്തെ എൻ്റെ ചിന്താഗതി രാവിലെ ഞാൻ ഇവിടെ എത്തും. വെളുപ്പിനെ 5 മണിയോടുകൂടെ ദുബായിലെത്തിയാൽ വൈകിട്ട് 7 മണിക്കേ കൺവെൻഷനുള്ളൂ. അപ്പോൾ പകൽ മുഴുവനും എനിക്ക് കിടന്ന് ഉറങ്ങാം എന്നുള്ള സന്തോഷത്തിലാണ് പോയി. അവിടെ ചെന്ന ഉടനെ അവർ പറഞ്ഞു ഫുജിറ വരെ ഒന്ന് പോകണം. ഫുജിറയിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ 3.5 മണിക്കൂർ 4 മണിക്കൂർ ഡ്രൈവിംഗ് ഡിസ്റ്റൻസാണ്. അവിടെ ഒരു അമ്മച്ചിക്ക് നല്ല സുഖമില്ലാത്ത ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയുടെ ഭൂതത്തെ ഒന്ന് പറഞ്ഞു വിടാൻ, അമ്മച്ചിക്ക് എന്തോ ഒരു ഭൂതാത്മാവാണ്, ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടി അവിടെ വരെ പോകണം. പറഞ്ഞു ഞാനൊന്ന് ഉറങ്ങാമെന്നുള്ള താല്പര്യത്തിൽ വന്നാൽ കുഴപ്പമില്ല, വണ്ടിയിലിരുന്ന് ഉറങ്ങിക്കോ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരണം ചെയ്തേക്കാം. അങ്ങനെ വണ്ടിയിലിരുന്ന് ഉറങ്ങാനുള്ള ക്രമീകരണത്തിൽ പോയി ദൈവത്തിൻ്റെ കരുണയാൽ ഫുജിറയിലെത്തി ആ അമ്മച്ചിയെ കണ്ടു. അമ്മച്ചിയും പ്രവാചകയാണ്. അമ്മച്ചി ഫുജിറ ചർച്ചിൽ പ്രവചിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇവിടെ ഒരു വണ്ണം ഉണ്ടായിരുന്ന ഒരു പാസ്റ്ററുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം മരിച്ചുപോയി. എനിക്ക് അദ്ദേഹത്തോടുള്ള ദണ്ണം ഇനിയും മാറിയിട്ടില്ല. രണ്ടായാലും ഞാൻ പേര് പറയുന്നില്ല. ആ വണ്ണമുള്ള ഒരു പാസ്റ്ററുണ്ട്, അദ്ദേഹമാണ് അവിടെ ഉള്ളത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഈ ഭൂതമുണ്ടെന്നൊന്നും അധികം ആരോടും പറയരുത്, കാരണം ഈ പുള്ളിക്കാരത്തെ ഇവിടെ ഒത്തിരി ശുശ്രൂഷിച്ചതാണ്. ഈ ചർച്ചിലെ പ്രധാനപ്പെട്ട പ്രവാചകയും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നയാളും എന്തെങ്കിലും ഒരു പ്രശ്നം സഭയിലുണ്ടെന്ന് പറഞ്ഞാൽ ഉടൻ 10 ദിവസം 20 ദിവസമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതുമായ ഒരമ്മച്ചിയാണ്. അമ്മച്ചിക്ക് 3 പിള്ളേരുണ്ട്, 3 ഗുണ്ടകളാണ്. അമ്മച്ചിയും അപ്പച്ചനും 2 പേരും പള്ളി വരുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഈ ഗുണ്ടകളായ പിള്ളേർ അവരുടെ ചെലവിലാണ് ഈ അപ്പനും അമ്മയും കഴിയുന്നത്. അവർ പെന്തക്കോസ്തുകാരല്ല, ദൈവത്തെക്കുറിച്ച് ഒരു വിശ്വാസവും ഉള്ളവരല്ല, വെറും ഗുണ്ടകളാണ്. ഇപ്പോഴീ അമ്മച്ചിക്കൊരു പ്രശ്നമാണ്. അമ്മച്ചിയുടെ പ്രശ്നം ആരാധനയ്ക്ക് വന്നിരുന്നാൽ തുള്ളിച്ചാടി ആരാധിക്കും. അതിപ്പോഴും ഭൂതമുണ്ടെങ്കിലും ആരാധന കഴിഞ്ഞാൽ ഉടനെ വായ അങ്ങ് ചേർത്ത് അമുക്കി പിടിക്കും. സ്പൂണൊക്കെ ഇട്ട് ബലാത്കാരേണ തുറന്നാണ് ഒരല്പം പാലോ ജ്യൂസോ ഒക്കെ അമ്മച്ചിയെ കുടിപ്പിക്കുന്നത്. അങ്ങനെ ആയിട്ടായി 2 ആഴ്ചയിൽ കൂടുതൽ. അമ്മച്ചിക്കങ്ങ് ബലക്ഷയമായി, ശരീരം അങ്ങ് വല്ലാതെ തളർന്നു. ഗുണ്ടകൾ വന്ന് പാസ്റ്ററെ ഭീഷണിപ്പെടുത്തി എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ നിന്നെ പല കഷണമായി ഞങ്ങൾ ഓടിച്ചു ഞുറുക്കും. അതായിരുന്നു അവരുടെ വാദം. അപ്പോൾ ഓടിച്ചു ഞുറുക്കപ്പെടാതിരിക്കാൻ വേണ്ടി എങ്ങനെങ്കിലും ഈ ഭൂതത്തെ ശാസിക്കണം. അതിനു വേണ്ടിയാണ് അടുത്തു വന്നു. ദൈവത്തിൻ്റെ കരുണയാൽ അസാമാന്യമായൊരു ദൈവശക്തി വ്യാപരിച്ച ദൈവശക്തിയിൽ ഞാൻ ആ ഭൂതത്തെ ശാസിച്ചു. ഭൂതം ചോദിച്ച 2-3 ചോദ്യങ്ങളുണ്ട്. എന്നെ എന്ത് കുറ്റം കണ്ടിട്ട് പറഞ്ഞു വിടുന്നു? ഞാൻ ഈ വ്യക്തിയിലിരുന്നിട്ട് നിങ്ങൾക്ക് എന്തു ദോഷം, ഞാൻ എന്ത് കുറ്റം ചെയ്തു പറ. ഞാൻ പറഞ്ഞത് കുറ്റമൊന്നും അല്ല, നിന്നെ ഇവിടെ വേണ്ട, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒക്കുന്നത്? ഞാൻ എത്ര വർഷമായി അമ്മച്ചിയുടെ കൂടെ നിൽക്കുകയാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. അത് കഴിഞ്ഞേച്ച് പറയുകയാണ് ഞാനും ഇവിടുത്തെ പാസ്റ്ററും കൂടെ ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. ആ തടിയൻ അങ്ങേര് പ്രസംഗിക്കും, ഞാൻ പ്രവചിക്കും, ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടുത്തെ ശുശ്രൂഷ. നിങ്ങൾക്ക് ഈ രോഗം മനസ്സിലായി കാണും. ഇതൊരു സാധാരണ ഗൗരവമുള്ളതല്ല, സാധാരണമല്ല, അതിനേക്കാൾ ഗൗരവമാണ്. ഇത് വിട്ടുപോകണമെങ്കിൽ അതുപോലെ അസാമാന്യമായൊരു ദൈവശക്തി വേണം.
ആ സമയത്താണ് ആത്മവിവശതയെക്കുറിച്ചുള്ള വലിയ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടായാലും ഞാൻ ഈ അമ്മച്ചിയുടെ മേൽ കൈവച്ചു. അമ്മച്ചി ദൈവാത്മാവിൽ തറയിൽ വീണു. ആ ചർച്ചയിൽ നിന്ന് പലരും ദൈവാത്മാവിൽ വീഴുവാനിടയായി തീർന്നു. ഒരാത്മശക്തി വ്യാപരിച്ചു. മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ അവർ ക്യാപ്റ്റൻ A.M. ശമൂവേലിനെ കൊണ്ടുവന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ A.M. ശമൂവേൽ വന്ന് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ ഇല്ലാത്തതൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല, വേദപുസ്തകത്തിൽ ഇങ്ങനെ വീഴുന്ന ശുശ്രൂഷയില്ല, ഊതുന്ന ശുശ്രൂഷയില്ല എന്നെല്ലാം പറഞ്ഞ് മണ്ടത്തരമൊക്കെ പറഞ്ഞു. ഇതും കഴിഞ്ഞേച്ച് പറഞ്ഞ് എനിക്കും ദുബായിക്ക് പോകേണ്ടതാണ്, അപ്പോസ്തലന്മാർ ചെയ്യാത്തതൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞേച്ചാണ് ഈ പുള്ളി പറയുന്നത് എനിക്കും ദുബായിക്ക് പോകണം, എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ വന്നതാണ്, എളുപ്പം എന്നെ വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, കഴുതെ വിളിക്കണോ അതോ കാറ് വേണോ? അപ്പോസ്തലന്മാർ കാറിൽ കയറിയിട്ടില്ല. യേശുവാണെങ്കിൽ കഴുതപ്പുറത്ത് കയറിയിട്ടുണ്ട്. ഇയാൾ എന്നത്തേലാണ് പോകുന്നതെന്ന് ചോദിച്ചു. അതിക്കൊരു മടിയില്ലാതെ പറഞ്ഞ് കാറുണ്ടല്ലേ പറ്റുള്ളൂ. അയാൾ അപ്പോഴേ ചോദിച്ചു, അപ്പോസ്തലന്മാർ കാറിൽ കയറിയിട്ടില്ല, ഇയാൾ എങ്ങനെ കാറിൽ കയറുന്നത്? ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്, എന്നെ നിർത്തട്ടെ. ആ അമ്മച്ചിയിൽ നിന്ന് ഭൂതം പുറത്തായി. ഞാൻ തിരിച്ച് ദുബായിൽ എത്തുന്നതിന് മുന്നമേ ആ തടിയം പാസ്റ്ററും ക്യാപ്റ്റൻ ശമൂവേലും ചേർന്ന്, ഞാൻ അദ്ദേഹത്തിൻ്റെ മാത്രം പേര് പറഞ്ഞു, ചേർന്ന് ദുബായിലുള്ള എല്ലാ പാസ്റ്റേഴ്സിനെയും വിളിച്ചു പറഞ്ഞ് എമ്മേവറിച്ചിനെ കയറ്റരുത്, അവൻ ഊതി വീഴ്ത്തുന്ന പാർട്ടിയാണ്, ഇവിടെ ഭൂതം ഇളകി എന്നുള്ള വേറെ ആരും അറിയരുത്, കാര്യം അത്രേ ഉള്ളൂ, അത് ഇളകിയാൽ ആ പാസ്റ്റർ ഞാനും കൂടെ ഒരുമിച്ചാണ് ശുശ്രൂഷിച്ചത് എന്ന വാക്കുകൾ പുറത്തു വരും. പക്ഷേ ആരും ഒരാൾ വീഡിയോ ക്യാമറ ഉണ്ടായിരുന്നു, പുള്ളി ഇതെല്ലാം എടുത്തു വെച്ചിരുന്നു. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ആത്മയുദ്ധത്തിന് ഒരുപാട് പടികളുണ്ട്. ആത്മയുദ്ധത്തിന് ഒരുപാട് പടികളുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ ആഗ്രഹിച്ചതൊന്ന് ബ്രദറെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാമോ? നമുക്കൊന്ന് ആരംഭിക്കുവാനായി പെന്തക്കോസ്റ്റ് എന്നാൽ എന്ത് എന്ന ആശയത്തിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്. പ്രൊജക്റ്റ് ആകുന്നില്ലല്ലോ, ആകത്തില്ല അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിവൃത്തിയില്ല. എനിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാ, അറിയാവുന്നതിനകത്ത് നടക്കുകയില്ല എന്ന് മാത്രം ഉറപ്പായി. ഞാനിതിനകത്തൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് എനിക്ക് കാണിക്കാൻ ഒക്കുന്നില്ലെങ്കിലും ചില ആശയങ്ങൾ ദൈവസന്നിധിയിൽ വെക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ആരംഭകാലത്ത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ, ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അവിടെ മുതൽ പഠിച്ചു വന്നെങ്കിലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലാകത്തുള്ളൂ. ഞാൻ കഴിയുമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ആ കുറേ ഭാഗങ്ങൾ എടുക്കാം. 1 മണിക്കൂർ കൊണ്ടെടുത്ത് ഞാൻ പറഞ്ഞാൽ കാണാനും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലായേനെ. ഇല്ലേ, നമുക്ക് മനസ്സിലാകാത്ത വൻകിട കാര്യങ്ങളുണ്ട്, അത് കണ്ടാൽ കുറച്ചുകൂടെ മനസ്സിലായേനെ. ആ ബൈബിളിൽ ഇത്രയും മാത്രം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. എന്ന പ്രയോഗം 2 പ്രാവശ്യം കാണാം. ആകാശവും ഭൂമിയും പാഴായും ശൂന്യമായും. ഇംഗ്ലീഷിലോട്ട് കയറുമ്പോൾ അങ്ങനല്ല. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് ദി എർത്ത്. എന്ന പ്രയോഗം ആൻഡ് എർത്ത് വാസ് വിതൗട്ട് ഫോം ആൻഡ് വോയിഡ് ആൻഡ് ദർ വാസ് ഡാർക്ക്നെസ് ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ ആൻഡ് ഗോഡ് കമാൻഡഡ് ലെറ്റ് ദെയർ ബി ലൈറ്റ് ആൻഡ് ദെർ വാസ് ലൈറ്റ്. എന്ന പ്രയോഗം 6 പ്രാവശ്യം ആ ഒരു വാക്യത്തിലുണ്ട്. എന്ന പ്രയോഗം 6 പ്രാവശ്യം ആ ഒരു വാക്യത്തിലുണ്ട്. 2010-11 ആണെന്ന് തോന്നുന്നു, ഞാനൊരു ഈ ക്രിസ്ത്യാനികളെ നിരൂപിക്കുന്ന ഒരു ലേഖനം വായിച്ചു. ഒത്തിരി മഞ്ഞപ്പത്രക്കാരും പണിയില്ലാത്ത മെനക്കേടുകാരും നിരൂപണ ലേഖനങ്ങൾ എഴുതാറുണ്ട്. പരിശുദ്ധാത്മാവിനെയും ദൈവസഭയും ഒക്കെ അവർ നിരൂപിക്കാറുണ്ട്. ആ മെനക്കേടുകൾ ഞാൻ പൊതുവെ കാണാറില്ല, വായിക്കാറില്ല, ഒഴിവാക്കും. പക്ഷെങ്കിൽ മാന്യമായി നിരൂപിക്കുവാൻ കഴിയുന്ന ഒരാൾ നിരൂപിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് ആവശ്യമാകയാൽ ഞാൻ ആ നിരൂപണം ശ്രദ്ധിച്ചു. ശരിയാ, 6 പ്രാവശ്യമാണ് ആൻഡ് എന്ന പ്രയോഗം 2 വാക്യത്തിലായിട്ട് എഴുതിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരേ വാക്ക് കൂടെ ആവർത്തിച്ചാൽ ഭാഷയ്ക്ക് വൃത്തികേടാ. മറക്കരുതാത്ത ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരേ വാക്ക് പല പ്രാവശ്യം ആവർത്തിച്ചാൽ അത് ഭാഷയ്ക്ക് വൃത്തികേടാ.
അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ ഏറെ ബഹുമാനിക്കുന്ന ബൈബിളിനകത്ത് 2 വാക്യത്തിൽ 6 പ്രാവശ്യം ആൻഡ് പദം കൊടുത്തിരിക്കുന്നു? അയാളുടെ ചോദ്യം, ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ചൊവ്വ എഴുതാൻ തക്ക വിദ്യാഭ്യാസമുള്ള ആരും ക്രിസ്ത്യാനിക്കില്ലേ? എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതാണോ വലിയ പുസ്തകമാണെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നത്? ഇതെൻ്റെ അകത്ത് ശരിക്ക് തറച്ചു. എവിടെ ചെന്ന് ഇതിനൊരു മറുപടി കണ്ടുപിടിക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡെയ്ക്സ് ബൈബിളിനകത്ത് ഇതിനെക്കുറിച്ചൊരു കമൻട്രി ഉണ്ട് എന്നറിഞ്ഞത്. ഡെയ്ക്സ് ബൈബിളിൻ്റെ കമൻട്രി തപ്പിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എഴുതപ്പെട്ട മൂലഭാഷയിൽ 142 പ്രാവശ്യമായി ഇത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് എന്നതിന് തുല്യമായ പദം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മാത്രം 142 പ്രാവശ്യമാണ് കൊടുത്തിരിക്കുന്നത്. അത് എഡിറ്റ് ചെയ്ത് വെട്ടിക്കുരിച്ചരിച്ച് കുറച്ചാണ് ഈ 6 പ്രാവശ്യമായിട്ട് ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് 142 പ്രാവശ്യമായി കൊടുത്തു? അദ്ദേഹത്തിൻ്റെ മറുപടി, സൃഷ്ടി നടന്നത് 143 പ്രാവശ്യം. സൃഷ്ടി നടന്നത് ഒരു പ്രാവശ്യമല്ല, ഒരു ദിവസം കൊണ്ടല്ല, 6 ദിവസം വെളിച്ചമുണ്ടാകട്ടെ, ഒരു കാലഘട്ടത്തിന് ശേഷം വെളിച്ചമുണ്ടായി. ഇങ്ങനെ 143 സെഗ്മെൻറ്റുകളായിട്ട് ഈ വെളിച്ചത്തെ സൃഷ്ടിയെ വിശദീകരിക്കുന്നു. ഏറെക്കുറെ ഒന്ന് പിടികിട്ടിക്കാണും. ഇനി ഇതിൻ്റെ ഒരു മറുപടി പറയണമെങ്കിൽ ശാസ്ത്രത്തെ കൊണ്ടേ മറുപടി പറയാനൊക്കത്തുള്ളൂ. ബൈബിളിന് മറുപടി പറയാനില്ല. കാര്യം ബൈബിൾ ശാസ്ത്രീയ പുസ്തകമല്ല. ശാസ്ത്രത്തിനകത്ത് കയറുമ്പോൾ ആദിയിൽ ദൈവം ആകാശം സൃഷ്ടിച്ചു. ഒരു കാലഘട്ടം കഴിഞ്ഞ ശേഷം ഭൂമി സൃഷ്ടിച്ചു. സയൻസ് പഠിപ്പിക്കുന്നത് ഇന്നേക്ക് 142,000 കോടി വർഷങ്ങൾക്ക് പുറകിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ആകാശം. 142,000 കോടി വർഷങ്ങൾക്ക് പുറകിൽ സൃഷ്ടിക്കപ്പെട്ടാണ് ആകാശം. അത് കഴിഞ്ഞ് 920,000 കോടി വർഷം കഴിഞ്ഞിട്ടാണ് ഭൂമി സൃഷ്ടിക്കുന്നത്. ഭൂമിയും ആകാശവും തമ്മിൽ 920,000 കോടി വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ആൻഡ്. ഇനി ഇങ്ങോട്ട് പോകും, ഞാൻ അതെല്ലാം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് സൃഷ്ടിച്ച ആകാശത്തെ എന്തെല്ലാം ഉണ്ടായിരുന്നു? ഇത് ഇന്നും ഇന്നലെ ഉള്ളതല്ല. ദൈവത്തിൻ്റെ കണക്കുകൾ നമ്മുടെ കണക്കുകളല്ല. നമുക്ക് വായിക്കുന്ന അളവിലൊന്നും അല്ല ദൈവത്തിൻ്റെ കണക്കുകൾ. അന്തരീക്ഷത്തിലോട്ട് കയറിയാൽ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ അതിന് പ്രത്യേക കണക്കാണ്. മനുഷ്യ ശരീരത്തിനകത്തോട്ട് കയറിയാൽ ഇതിനെക്കുറിച്ച് പറയാൻ പ്രത്യേക കണക്കാണ്. ഒരു കണ്ണിനകത്ത് 1.5 ലക്ഷം നരമ്പുകളുണ്ടെന്നാണ് പറയുന്നത്. ഒരു കണ്ണിനകത്ത്. ഞാനതും ഒന്ന് തൊട്ടേച്ചങ്ങ് മാറിയേക്കാം. ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉള്ളിൽ ഉരുവാകുന്ന അന്നേരം മുതൽ 28 ദിവസം ഈ പുള്ളിക്ക് കണ്ണില്ല. ഈ അകത്ത് ഉരുവാകുന്ന കൊച്ചു കുഞ്ഞിന് കണ്ണില്ല. കാര്യം കണ്ണിരിക്കേണ്ട ഭാഗം അസ്ഥി രൂപീകരിക്കപ്പെടും. 28ാമത്തെ ദിവസം ഒരു ചർമ്മം വന്ന് ഈ കണ്ണങ്ങ് മൂടും. ഈ അസ്ഥിക്കകത്തുണ്ടായിരിക്കുന്ന ആ കുഴി അങ്ങ് മൂടും. എന്നിട്ട് ആ കുഴിക്കകത്തിട്ടാണ് കണ്ണിൻ്റെ പണി. അടുത്ത 4 മണിക്കൂർ കൊണ്ട്, 28 ദിവസം കഴിഞ്ഞാൽ അടുത്ത 4 മണിക്കൂർ കൊണ്ട് നരമ്പുകൾ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത 28 മണിക്കൂർ കൊണ്ട് 3 ലക്ഷം നരമ്പുകൾ ഈ 2 കണ്ണിലായിട്ടുണ്ടാകും. 3 ലക്ഷം നരമ്പുകൾ ഈ 2 കണ്ണിലായിട്ടുണ്ടാകും. 28 ദിവസം കൊണ്ട്, ആദ്യത്തെ 28 കഴിഞ്ഞിട്ടാണ് പണി തുടങ്ങുന്നത്. രണ്ടാമത്തെ 28 തീരുമ്പോൾ ഈ കണ്ണിൻ്റെ പണി പൂർത്തിയാകും. അന്നേരത്ത് 56ാമത്തെ ദിവസം കണ്ണുകൊണ്ടൊരു കുഞ്ഞിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റേതായ കത്തിയുണ്ട്. ആ കണ്ണിൻ്റെ മുകളിലുള്ള പാടയെ 2ആയി കീറും. അതാ ഇന്നത്തെ 2 പോളകൾ. ഈ പുറത്തെടുത്ത കണ്ണിന് ഇന്നുവരെ ഭൂമിയിലുള്ളതിലെ ഏറ്റവും കൂടുതൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ഉണ്ടാക്കിയ ക്യാമറയാണ് കൊഡാക്കിൻ്റെ ക്യാമറ. കൊഡാക്കിൻ്റെ ക്യാമറയേക്കാൾ 48,000 മടങ്ങ് പവർഫുള്ളാണ് ഈ സാധനം. പക്ഷെ കണ്ണിനകത്തുള്ള ഒരു നരമ്പിൻ്റെ വലിപ്പം അളക്കാൻ നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ടും പറ്റുകയില്ല. ഒരു നരമ്പ് അതളക്കണമെങ്കിൽ അതിന് വേറെ അളവാണ്. ആകാശത്ത് നക്ഷത്രവും തമ്മിലുള്ള അകലം അളക്കണമെങ്കിൽ മനുഷ്യൻ്റെ കണക്ക് കൊണ്ടൊക്കത്തില്ല. അവിടെ കിലോമീറ്ററും മൈലും 1000 മൈലും 10,000 മൈലും ഒന്നും ഒക്കത്തില്ല. ലൈറ്റ് ഇയേഴ്സിലാണ് പോകുന്നത്. അത് ഞാൻ പഠിപ്പിക്കാൻ വരികയല്ല. ഇങ്ങനെ ദൈവത്തിൻ്റെ അളവുകളിലേക്ക് കയറിയാൽ മനുഷ്യന് പറയാൻ വാക്കില്ല, നാക്കില്ല. ഇതിനകത്തൊക്കെ അപ്പുറത്താണ്. അങ്ങനെയാണെങ്കിൽ യേശു വേഗം വരാമെന്ന് പറയാച്ച് 2000 കൊല്ലം ആയതൊരു താമസമൊന്നും അല്ല എന്നൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. 92,000 കോടി വർഷം. നമ്മുടെ 1 ലക്ഷം വരെ കാണാതെ എണ്ണാവുന്നവരാരും ഇതിനകത്തുണ്ടോ? എനിക്ക് തോന്നുന്നു ലൂക്ക് ഉണ്ട്. PhD കിട്ടും. ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം വരെ കാണാതെ എണ്ണാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെക്കൊണ്ട് 100 പ്രയാസമായിരിക്കും. ഇപ്പോൾ ഇടയ്ക്ക് വല്ലതും ചിന്തിച്ചു മാറും.
1,00,000 വരെ കാണാതെ എണ്ണാൻ അറിയാവുന്നവർ നമ്മുടെ ഇടയിൽ ഇല്ല. 1 കോടിയെക്കുറിച്ച് ചിന്തിക്കണ്ട. അങ്ങനെയാണെങ്കിൽ 920,000 കോടി വർഷങ്ങൾ കഴിഞ്ഞ് ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. ഈ നീണ്ട കാലം കൊണ്ട് ആകാശത്ത് ദൈവം സൃഷ്ടിച്ചത് എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് കൊലോസ്യ ലേഖനം പറയുന്നത് ദൃശ്യവും അദൃശ്യവുമായി ഇത് സൃഷ്ടിച്ചു. ദൃശ്യമായതെന്ന് പറയുന്നത് നമ്മുടെ നക്ഷത്രമണ്ഡലങ്ങൾ. എന്നെ ചില മിനിറ്റുകൾ ശ്രദ്ധിക്കണേ. നമ്മൾ പഠിക്കാൻ വരുന്നതിൻ്റെ മൂല കാരണങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുക. ഇതുകൊണ്ടാണ് ഇതൊക്കെ എഴുതിയും പിടിച്ചും കാണിക്കുകയായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി എളുപ്പമുണ്ടെന്ന് കണ്ടാൽ ഞാൻ ഈ പ്രൊജക്ഷനും പരിപാടിയൊക്കെ പറഞ്ഞത്. ആ ദൃശ്യവും അദൃശ്യവുമായ 2 കാര്യങ്ങൾ ആകാശത്തുണ്ട്. ദൃശ്യമെന്ന് പറയുന്നത് നക്ഷത്രമണ്ഡലങ്ങൾ, ഗോളങ്ങൾ, ഈ പ്രപഞ്ചത്തിൽ കാണാവുന്ന സകലതും, അതെല്ലാം കൂടി അദൃശ്യം. അദൃശ്യമെന്ന് പറയുന്നത് എന്തുവാ? അദൃശ്യമെന്ന് പറയുന്നതിനെ ബൈബിൾ തന്നെ പേര് കൊടുത്തു വാഴ്ചകൾ, അധികാരങ്ങൾ മുതലായ ശക്തികളാണ്. വേറൊരു ഭാഷയിൽ ശക്തിയിൽ വ്യത്യാസമുള്ള ദൂതന്മാരാണ്. അവരെ വാഴ്ചകൾ, അധികാരങ്ങൾ എന്നൊക്കെ വിളിക്കുന്നു. കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്നിങ്ങനെ പല പേരുകളിൽ അവ അറിയപ്പെടുന്നു. അവരെല്ലാം വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽപ്പെട്ട ദൂതന്മാരാണ്. ദൂതന്മാരുടെ വലിപ്പത്തെക്കുറിച്ചൊന്നും പറഞ്ഞു തീർക്കാൻ എളുപ്പമല്ല. അതിനേക്കാളൊക്കെ വലിയതാണ് ദൂതന്മാർ. അവരുടെ ശക്തിയും അതുപോലെ വലുതാണ്. കാറ്റിനെ നിയന്ത്രിക്കുന്ന ദൂതന്മാരുണ്ട്, തീയെ നിയന്ത്രിക്കുന്ന ദൂതന്മാരുണ്ട്, ജന്തുക്കളുടെ ഭാഷ അറിയാവുന്ന ദൂതന്മാരുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോയാൽ ഒരുപാടൊക്കെ ഉണ്ട്. ഈ ദൂതന്മാരെ മുഴുവനും ദൈവം സൃഷ്ടിച്ചു. ഈ ദൂതന്മാരെ പാർപ്പിക്കേണ്ടതിനാണ് ദൈവം നക്ഷത്രം സൃഷ്ടിച്ചത്. സൃഷ്ടി പാഴായിട്ടല്ല, പാർപ്പിനായിട്ടാണ്. യെശയ്യാവിൻ്റെ പുസ്തകമാണത് പറഞ്ഞത്. ഞാൻ ആകാശത്തെ സൃഷ്ടിച്ചത് പാർപ്പിനായിട്ടാണ്, പാഴായിട്ടല്ല. ഇങ്ങനെ ആകാശം മുഴുവൻ ഭൂമി സൃഷ്ടിച്ചിട്ടില്ല. ആകാശം സൃഷ്ടിച്ച് 920,000 കോടി വർഷം കഴിഞ്ഞിട്ടാണ് ഭൂമി സൃഷ്ടിക്കുന്നത്. അതിന് മുമ്പിലത്തെ കഥയാണ് ഞാൻ തൊടുന്നത്. ഇങ്ങനെ ഇത് മുഴുവനും സൃഷ്ടിച്ചു. ഇവയെ സൃഷ്ടിച്ച് ഈ ദൂതന്മാരെ മുഴുവനും ദൈവം നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചു. നക്ഷത്രങ്ങളിൽ ദൂതന്മാരാ പാർക്കുന്നതെന്നുള്ളത് ദെബോരയുടെ ഒരു പാട്ടിനകത്തു നിന്ന് മനസ്സിലാകും. ദെബോര ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊരു പാട്ടുപാടി. അതിനകത്ത് ദെബോര പാടുന്നത് ഇങ്ങനെയാണ്: നക്ഷത്രങ്ങൾ ആകാശത്തു കാലത്ത്. ബാംഗ്ലൂരിലെ ഞങ്ങളുടെ ചർച്ചിൻ്റെ ആരംഭകാലങ്ങളിൽ ഒന്നിൽ ഞങ്ങളുടെ അടുക്കലാണ് ഈ രാമയ്യ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ്. രാമയ്യ മെഡിക്കൽ കോളേജിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ചർച്ചിൽ നിന്ന്. അവിടെ പോയി ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു മീറ്റിംഗ് നടത്തും. ഒരു തിങ്കളാഴ്ച, എല്ലാ ആഴ്ച തിങ്കളാഴ്ച ഒരു തിങ്കളാഴ്ച മീറ്റിംഗ് നടത്താൻ വേണ്ടി ഞാൻ രാമയ്യ മെഡിക്കൽ കോളേജിൽ ചെന്നു. 1990 സംഭവം. 1990 രാമയ്യ മെഡിക്കൽ കോളേജിൽ മീറ്റിങ്ങിന് വേണ്ടി ചെന്നു. നല്ലൊരു പാട്ട് പാടിയിട്ട് അങ്ങോട്ട് ശരിയായില്ല. ആ മീറ്റിങ്ങിനൊരു 200 പിള്ളേർ വരും. പകുതി കൂടുതലും പെൺപിള്ളേരാണ്. ഇവതുങ്ങളൊക്കെ നന്നായി പാടുന്നവരും കലാവാസനയുള്ളവരും ഒക്കെ ആയതുകൊണ്ട് ആത്മീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല ട്യൂണിലൊക്കെ പാടും. അങ്ങനെ കഴിവുള്ള പിള്ളേരാണ്. ഇവതുങ്ങളെല്ലാം കൂടെ പാടിയിട്ടും പാട്ട് ശരിയായില്ല. അപ്പോൾ 5 മിനിറ്റ് പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് നിർത്തിയൊക്കെ. കാര്യം ഇന്നൊരു ആത്മ നടത്തിപ്പില്ല, പാടണ്ട, നിങ്ങളൊക്കെ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുക, ഞാൻ അങ്ങ് പ്രസംഗിക്കാം. ഞാൻ പ്രസംഗിക്കാൻ കയറി 5 മിനിറ്റ് നോക്കിയിട്ട് പ്രസംഗം വരുന്നില്ല, അങ്ങോട്ട് ശരിയാകുന്നില്ല. ഞാൻ പറഞ്ഞു ഇന്ന് പ്രസംഗവും ശരിയാകുന്നില്ല, നിങ്ങളെ ബോറടിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും വീട്ടിൽ പോകും. വരുന്ന ആഴ്ച നമുക്കെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് വരാം, അന്നേരത്ത് മീറ്റിംഗ് മതി, ഇന്ന് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് പിരിച്ചു വിട്ടപ്പോൾ എനിക്ക് തോന്നി ഈ രാമയ്യ മെഡിക്കൽ കോളേജിൻ്റെ അടുക്കൽ എൻ്റെ ചർച്ചിൽ വരുന്ന 2 ഫാമിലിയുണ്ട്. ഒന്നൊരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിയാണ്, മറ്റേത് ട്രിവാൻഡ്രംകാരൻ ഒരു മലയാളിയാണ്. ഈ 2 വീടുകളിലൊന്ന് കയറാം. ഞാൻ ആദ്യമേ ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിയിൽ ചെന്നു. അവിടെ കയറി അപ്രതീക്ഷിതമായിട്ട് ചെന്നതുകൊണ്ട് അവർക്ക് സന്തോഷമായിരുന്നു. ഞാനിവിടെ പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ലെനാഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആംഗ്ലോ ഇന്ത്യനാണ്. ലെനാഡിൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞേച്ച് ഞാൻ പറഞ്ഞു എനിക്ക് രാമചന്ദ്രബാബുവിൻ്റെ വീട്ടിൽ കൂടെ ഒന്ന് കയറണം. അദ്ദേഹം ഒരു സീനിയർ എഞ്ചിനീയറാണ്. രാമചന്ദ്രബാബുവിൻ്റെ വീട്ടിൽ കൂടെ ഒന്ന് കയറണം, ഒന്ന് വിളിച്ച് പറഞ്ഞേക്കെ. ഞാനൊരു മോട്ടോർ സൈക്കിളിലാണ് പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നിൽക്കുന്ന ലെനാഡിൻ്റെ വീട്ടിൽ നിന്ന് രാമചന്ദ്രബാബുവിൻ്റെ വീട്ടിൽ വരെ പോകാൻ കൂടിയാൽ 3 മിനിറ്റ് മോട്ടോർ സൈക്കിൾ ഓടിച്ചാൽ മതി. അതിൻ്റെ താഴത്തെ ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് എന്നാലും ഞാൻ ലെനാഡിനോട് പറഞ്ഞു അദ്ദേഹത്തെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഞാൻ ലെനാഡിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാമചന്ദ്രബാബുവിൻ്റെ വീട്ടിലോട്ട് പോകാം. ആ വീടിൻ്റെ പടിക്ക് ചെന്നപ്പോൾ എനിക്ക് വീട് മനസ്സിലായില്ല. രാത്രി ഒരു 7:30 മണിയായി കാണും, കൂടിയാൽ അത്രേ ഉള്ളൂ. എനിക്ക് വീട് മനസ്സിലായില്ല. ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഒരു 5 മിനിറ്റായപ്പോൾ എനിക്ക് മനസ്സിലായി നിശ്ചയമായും വഴി തെറ്റി പുറകോട്ട് പോകണം. ഞാൻ തിരിച്ച് പുറകോട്ട് വന്നു, വീട് കാണുന്നില്ല. തിരിച്ച് ഞാൻ ലെനാഡിൻ്റെ വീട് അന്വേഷിച്ച്, അതും കാണുന്നില്ല. ഷെടാ, എനിക്കെന്തോ സംഭവിച്ചു എന്നറിഞ്ഞുകൂടാ. ഞാൻ ആരോടെങ്കിലും ചോദിച്ചാലോ എന്നോർത്തു. എങ്ങനെ ചോദിക്കുന്ന വൃത്തികേടല്ല. എനിക്ക് അഡ്രസ്സും അറിയത്തില്ല, പേര് മാത്രമേ അറിയത്തുള്ളൂ. അഡ്രസ്സ് കൊണ്ട് എങ്ങനെ ചോദിക്കുന്നത്? എനിക്കാണെങ്കിൽ കന്നഡ ഭാഷ ശരിക്കും അറിയത്തുമില്ല.
തന്നെയല്ല, വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലത്തിൽ വഴി തെറ്റി ആളുകളോട് പേര് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ. അതുകൊണ്ട് ഓടിച്ച് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ ഒരൊറ്റ വഴിയെ കൂടെ മുന്നോട്ട് പോയാൽ എവിടെയെങ്കിലും മെയിൻ റോഡിൽ ചെന്ന് മുട്ടും. മെയിൻ റോഡിൽ മുട്ടിക്കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് മെയിൻ റോഡാണ്, ഇന്നിടത്താണ്, നേരെ വീട്ടിൽ പോകും. ഞാനവിടെ പല കറക്കം കറങ്ങി, എനിക്ക് തോന്നുന്നത് അരമണിക്കൂറോളം കറങ്ങിയിട്ടും വീട് കാണുന്നില്ല, റോഡ് കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. മോട്ടോർ സൈക്കിളിൻ്റെ പെട്രോൾ തുറന്ന് നോക്കിയപ്പോൾ നിറച്ച് പെട്രോളുണ്ട്. എന്നാൽ ഓടി തീരുമാനിക്കുകയെന്ന് ഒറ്റ ഡിറക്ഷനിൽ ഓടി. ഒരു 1.5 മണിക്കൂർ ഓടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു ഞാൻ ഉഗ്രഭോഷനാണ്. 1.5 മണിക്കൂർ ഓടാനുള്ള സ്ഥലം ബാംഗ്ലൂരിൽ ഇല്ല. അതിന് മുമ്പേ ബാംഗ്ലൂരിൻ്റെ അറ്റം കഴിയും. ഞാൻ എന്തുവായി ഓടിയിരിക്കുന്നത്? ഇനി എൻ്റെ ആ ദുരഭിമാനം അങ്ങ് മാറിയേച്ച് ഞാനൊരു സൈഡിലോട്ട് വണ്ടി നിർത്തിച്ച് അതുവഴി പോകുന്ന ഒരാളിനോട് ചോദിച്ചു, മേക്കരി സർക്കിളിലോട്ട് പോകുന്ന വഴി ഏതാ? എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള പ്രസിദ്ധമായൊരു പോയിൻ്റാണ് മേക്കരി സർക്കിൾ. മേക്കരി സർക്കിളിലോട്ട് പോകുന്ന ഇതിലേ? അപ്പോൾ അയാൾ ചോദിച്ചു, മേക്കരി സർക്കിളോ? അതെവിടെ? ഞാൻ പറഞ്ഞു, ബാംഗ്ലൂരിൽ മേക്കരി സർക്കിൾ അറിയാൻ വയ്യാത്തവരുണ്ട്. ഓ, ബാംഗ്ലൂരോ? അതിവിടെ നിന്ന് 60 കിലോമീറ്റർ ഉണ്ട്. ഞാനെവിടെ? തുംകൂർ. ബാംഗ്ലൂരിൽ ഞാൻ 60 കിലോമീറ്റർ ദൂരം ഓടിയിരിക്കുന്നു, ഞാൻ തുംകൂർ എത്തിയിരിക്കുന്നു. എനിക്ക് പരിസരബോധമുണ്ടായി. ബാംഗ്ലൂർ പൂന ഹൈവേയിലാണ് ഞാൻ നിൽക്കുന്നത്, തുംകൂരിനടുക്കൽ. ഞാനതിലെ കാറിൽ ഓടിച്ചിട്ടുണ്ട്, എനിക്കറിയാവുന്ന വഴിയാണ്. അയാൾ പറഞ്ഞ് നേരെ മുന്നോട്ട് പോയി അടുത്ത സർക്കിളിൽ U-ടേൺ എടുത്ത് പുറകോട്ട് പോകണം, സൂക്ഷിച്ച് പോകണം, രാത്രിയാ, ഹൈവേയാ. എല്ലാം ശരിയായി. ഞാൻ എന്നെ തന്നെ പ്രാകാൻ തുടങ്ങി, പഴിക്കാൻ തുടങ്ങി. എന്തു പറ്റി എനിക്ക്? എൻ്റെ കണ്ണാരി കെട്ടി. കൊച്ചിലെ അമ്മ പറഞ്ഞ കഥകളിൽ പിശാച് കണ്ണ് കെട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ കണ്ണ് കെട്ടിയ പിശാച് ഏതടാ? എൻ്റെ കണ്ണ് കെട്ടിയെങ്കിൽ പിന്നെ സഭാജനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നാ പറയും? ഇത് എന്തോ ഒരു നാണക്കെട, എങ്ങനെ പറ്റിയല്ലോ. രണ്ടായാലും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഏറെക്കുറെ 11 മണി കഴിഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, എവിടായിരുന്നു? ഞാൻ പറഞ്ഞു, അതേ ലെനാഡിൻ്റെ വീട്. അത്രയും കേട്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരത്ത് ചോറ് ചൂടാക്കാൻ പോയി. പിന്നെ അതിൽ കൂടെ ചോദ്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ വൈഫ് രാത്രി കിടന്ന് സുഖമായി ഉറങ്ങി. എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ആ രാത്രി മണി എൻ്റെ കണ്ണ് കെട്ടിയത് ആരടാ? കണ്ണ് കെട്ടിയ പിശാച് ഏതടാ? ഇവനോട് ഇനി എന്നാ ചെയ്യണം? എത്ര ദിവസം ഉപവസിച്ചാൽ ഇവനെ പിടികിട്ടും? ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. ആ ശനിയാഴ്ച സാമച്ചൻ പാസ്റ്റർ നമ്മുടെ ചർച്ച വന്നു. ഒരു മീറ്റിംഗ് നടക്കുക. ഇതുപോലെ അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞ് എന്നോട് പറഞ്ഞു, ദിവദാസ, കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം നിൻ്റെ കണ്ണ് കെട്ടിയത് പിശാചല്ല മോനെ, ഞാനാ. അദ്ദേഹത്തിൻ്റെ വാചകം, പിശാചല്ല മോനെ, ഞാനാ. അന്ന് രാത്രിയിൽ നിന്നെ കൊന്നുകളയുവാൻ വേണ്ടി ബാംഗ്ലൂരിൽ പതിയിരിപ്പുണ്ടായിരുന്നു. നിൻ്റെ ശുശ്രൂഷ തികയാഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ വഴി തെറ്റിച്ച് കണ്ണ് കെട്ടി തുംകൂര് വഴി കറക്കി സമയം തെറ്റിച്ച് കൊണ്ടുവന്നതാണ് ഞാനാ നിൻ്റെ കണ്ണ് കിട്ടിയത്. എനിക്ക് ഇരിക്കാൻ പ്രയാസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ദൂതന്മാരുണ്ട്, ഇവർക്കെല്ലാം ജോലിയുണ്ട് കേട്ടോ, ഇവർക്കെല്ലാം ജോലിയുണ്ട്. നമ്മുടെ സേവകാത്മാക്കളാണ്. ഇത് എണ്ണത്തിൽ 2ഉം 3ഉം എണ്ണി തീർക്കാവുന്നതല്ല, അങ്ങ് കിടക്കുക. ഓരോ നക്ഷത്രങ്ങളിലും അങ്ങ് കിടക്കുക. നക്ഷത്രങ്ങളിലും ഗോളങ്ങളിലും ഗ്രഹങ്ങളിലും എല്ലാം. ഓക്കെ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യാതായതുകൊണ്ട് ഞാൻ സ്റ്റേജിലോട്ട് ചാടിക്കയറി സാമച്ചൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് മൈക്ക് ഒരു 2 മിനിറ്റത്തേക്കും തരാമോ, സാക്ഷി പറയാനാണ്. ഞാൻ പറഞ്ഞു, തിങ്കളാഴ്ച എനിക്ക് ഇങ്ങനെയൊന്ന് പറ്റി. എന്നിട്ട് ഞാൻ ലെനാഡിനോട് വിളിച്ചു. ലെനാഡ് ഇതിനകത്തുണ്ടോയെന്ന് ചോദിച്ചു. ലെനാഡ് എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, ലെനാഡ്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നതല്ലേ? അതേ പാസ്റ്റർ, വന്നതാണ്. പാസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങി രാമചന്ദ്രബാബുവിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ രാമചന്ദ്രബാബുവിനെ വിളിച്ചു പറഞ്ഞതാ. പിന്നെ പാസ്റ്റർ തിരിച്ചു വന്നില്ല. ഞാൻ രാമചന്ദ്രബാബുവിനോട് എഴുന്നേക്കാൻ പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ വീടിൻ്റെ മുൻപിൽ കൂടെ പാസ്റ്റർ പോകുന്നത് ഞാൻ കണ്ടതാണ്. ഞാൻ പാസ്റ്ററെ എന്ന് പല പ്രാവശ്യം വിളിച്ചിട്ടും നീ കേട്ടില്ല, അങ്ങ് പോയി. തിരിച്ചതിലെ തന്നെ വരുന്നത് ഞാൻ കണ്ടതാണ്. ഞാൻ അന്നേരത്തും വിളിച്ച് കേട്ടില്ല. എനിക്ക് മനസ്സിലായി എൻ്റെ കണ്ണ് തന്നെയല്ല, ചെവിയും കെട്ടി. ഇത് രണ്ടും കെട്ടിക്കൊണ്ടാണ് എന്നെ തുംകൂരി പോയത്. കാര്യം ഇന്നും ജീവനോടെ നിൽക്കുവാൻ ഇതുപോലുള്ള കോടാനു കോടി, അതിൻ്റെ മേളിലോട്ടൊരു സംഖ്യ നമുക്ക് മനസ്സിലാകത്തില്ല. ബില്യൺസ് ആൻഡ് എന്തുവാ ട്രൈബില്യൺസ് എന്നൊക്കെ പറയും. ഒരുപാട് നമ്പേഴ്സിൽ ദൂതന്മാരെ സൃഷ്ടിച്ച് നക്ഷത്രങ്ങളിലൊക്കെ പാർപ്പിച്ചു. ഇങ്ങനെ ഒരു 920,000 കോടി വർഷങ്ങൾ അങ്ങ് പോയി. സ്വർഗത്തിലെ ദൈവം ഏക ഭരണാധികാരിയും സകല ദൂതന്മാരും തിരുമുമ്പിൽ വണങ്ങുന്നവരും ഒക്കെയായി അങ്ങ് പോയി. ആ സാഹചര്യത്തിലാണ് ലൂസിഫർ ദൈവത്തോട് പാപം ചെയ്തത്. ലൂസിഫർ എന്ന ഒരു ദൂതൻ്റെ പേര് ഞാൻ എടുത്തു പറയുന്നെങ്കിലും ഒരു കൂട്ടം ദൂതന്മാരുണ്ടായിരുന്നു. സ്വർഗത്തിലാകെയുള്ള ദൂതന്മാരുടെ 1/3 എന്നാണ് വെയ്പ്പ്. അവർ പറഞ്ഞു, നോ, പരമാധികാരിയായി ഏകാധിപതിയായി ദൈവം ഇരിക്കണ്ട, ഞങ്ങളിൽ പലർക്കും സ്ഥാനങ്ങൾ വേണം. അതിനകത്ത് ലൂസിഫർ പറഞ്ഞു, എനിക്കും ദൈവതുല്യനാകണമെന്ന് ലൂസിഫർ പറഞ്ഞതിനെ തുടർന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇനി നിന്നെ സ്വർഗത്തിൽ വെച്ചേക്കത്തില്ല. ഗൗരവമായി ഒരു മിസ്റ്റേക്ക് കാണുന്നവനെ പിന്നെ സഭ വെച്ചേക്കത്തില്ലെന്നറിയാമോ?
ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു സെക്രട്ടറി ഭയങ്കരനായ ഒരു കുറ്റം ചെയ്തു, സഭയോട് കുറ്റം ചെയ്തേ, സ്ത്രീകളുടെ പുറകെ പോയെന്നോ പണം മോഷ്ടിച്ചെന്നോ ഒന്നുമല്ല, എന്നാൽ ചർച്ചിനകത്ത് ചെയ്യരുതാത്ത ഒരു ദോഷം ചെയ്തു. ഇവനെ പറഞ്ഞു വിടണമെന്ന് ഞാനും തീരുമാനിച്ചു. ഞങ്ങളുടെ അസംബ്ലീസ് കോഡിലായതുകൊണ്ട് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടിനെ ഞാൻ വിവരം അറിയിച്ചു. അദ്ദേഹം കൂടെ ഒരു സഭായോഗത്തിന് വന്നു. ആ സഭായോഗത്തിൽ വെച്ച് വിധി പ്രസ്താവിക്കാൻ അദ്ദേഹം കൂടെ വന്നു. വരികയും ഈ പുള്ളി എഴുന്നേറ്റ് വെച്ച് പരസ്യമായിട്ട് അങ്ങ് ക്ഷമ ചോദിച്ചു. ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, എനിക്ക് തന്നെ മനസ്സിലാകുന്നു, ദയവായി ക്ഷമിക്കണം. ഇങ്ങനെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു ശരി, ക്ഷമിച്ചിരിക്കുന്നു, അതാണ് എൻ്റെ ക്രിസ്തീയ മാതൃക. ഇനി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ സൂപ്രണ്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു, വർഗീസേ നീ കാണിച്ചത് അബദ്ധമാണെന്നറിയാമോ? ചോദിച്ചാൽ അതെന്താ സാറേ? ക്ഷമ ചോദിച്ചവനോട്, എടാ ഒരിക്കൽ കടിച്ച പട്ടി പിന്നെയും കടിക്കും. പട്ടി ഒന്ന് കടിച്ചോ ഇനിയും കടിച്ചിരിക്കും. ഇതുപോലുള്ള അബദ്ധം കാണിച്ചവനെ സഭയിൽ കയറ്റാൻ പാടില്ല, അവനെ എന്നേക്കുമായി തൂക്കി എറിയേണ്ടതായിരുന്നു. നിങ്ങൾക്കറിയാമോ, അവൻ തന്നെയാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. ഞാൻ കാശ് കൊടുത്ത് ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്യുന്നത്. എന്നെ അറസ്റ്റ് ചെയ്ത് അവൻ തന്നെയാണ്, ചെയ്യിച്ചത് അവൻ തന്നെയാണ്. ഒരിക്കൽ കടിച്ച പട്ടിയെ ഇനിയും കടിക്കുമെന്നുള്ളത് കൊണ്ട് എടുത്ത് കളയുക എന്ന ദൈവത്തിൻ്റെ തത്വം. പക്ഷെ ഒറ്റ കുറ്റത്തിനൊരുത്തിനെ ഇല്ലായ്മ ചെയ്യത്തില്ല. ലൂസിഫറിനെ താമസിപ്പിക്കാൻ ഒരു ഇടമില്ലാഞ്ഞതുകൊണ്ട് അവന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഭൂമി. മനസ്സിലായല്ലോ? 920,000 കോടി വർഷങ്ങൾക്ക് ശേഷം ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ഈ ഭൂമിയെ ദൈവം പണിതു. 7 അടിസ്ഥാനങ്ങളുടെ മേലാണ് ഇതിനെ പണിതിരിക്കുന്നത്. ശാസ്ത്രീയ ഭാഷയിൽ 7 അടിസ്ഥാനങ്ങളുടെ മേൽ, 7 ലെയർ ഫൗണ്ടേഷൻ്റെ മേൽ ഇതിനെ പണിതു. വേദപുസ്തകപ്രകാരം അടിസ്ഥാനമുള്ള 2 ഇടങ്ങളെ പ്രപഞ്ചത്തിലുള്ളൂ. ഒന്ന് സ്വർഗം, അതിന് 12 അടിസ്ഥാനങ്ങളുണ്ട്. 2 ഭൂമി, ശാസ്ത്രം പറഞ്ഞു അതിന് 7 അടിസ്ഥാനങ്ങളുണ്ട്. ഈ ഭൂമിയെ പണിതു. സ്വർഗത്തിൻ്റെ റിപ്ലിക്ക അല്ലെങ്കിൽ മാതൃകയായി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ലൂസിഫറിനെ ഇവിടോട്ട് തള്ളിയേച്ച് അവനോട് പറഞ്ഞു, ഭൂമി ചൊവ്വേ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നതുകൊണ്ട് ഇന്നും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ബ്രിട്ടീഷ് സ്പെല്ലിങ്ങാണ് നമ്മൾ ഇന്നും യൂസ് ചെയ്യുന്ന, അമേരിക്കൻ സ്പെല്ലിംഗ് ഉപയോഗിക്കാറില്ല. അമേരിക്കൻ സിസ്റ്റം നമുക്ക് കൊള്ളത്തില്ല, ബ്രിട്ടീഷ് സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ കോളനി എന്നാൽ ആ ഒറിജിനൽ സാമ്രാജ്യത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പോകുന്നതാണ്. സ്വർഗത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഭൂമിയെ കൊണ്ടുപോകുവാൻ ദൈവം തീരുമാനിച്ചു. ലൂസിഫറിനെ ഏൽപ്പിച്ചേച്ച് പറഞ്ഞു, സ്വർഗത്തിൽ കാണുന്നത് പോലെ ഒക്കെ ഇവിടെ കാണണം, യോഗ്യമായി ഭരിച്ചാൽ നിനക്കിവിടം ഭരിക്കാം. പക്ഷെ ലൂസിഫർ അഹങ്കാരിയാകയാൽ അവൻ ദൈവത്തിൻ്റെ കസ്റ്റം, ദൈവത്തിൻ്റെ സിസ്റ്റം വേണ്ടാന്ന് വെച്ചു. ഇതിനകത്ത് ഭയങ്കര അർത്ഥമുണ്ട്. അവൻ അവൻ്റെ സ്വന്തം സിസ്റ്റം ഏർപ്പെടുത്തി. ലൂസിഫർ ഈ ഭൂമിയിൽ വാണിരുന്ന കാലത്തെക്കുറിച്ച് ശാസ്ത്രം നമുക്ക് ഒരുപാട് തെളിവുകൾ തരുന്നുണ്ട്. ഇവന് പൈശാചിക സംസ്കാരത്തിൽ അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ സംസ്കാരത്തിലേക്ക് ഭൂമിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഒന്നാമത്തെ പ്രാവശ്യം സ്വർഗീയ സംസ്കാരം മാറി അവൻ സ്വന്തം അധികാരം നടത്താൻ തീരുമാനിച്ചു. അത് സ്വർഗീയ സംസ്കാരമല്ല. 2, ഭൂമിയുടെ സംസ്കാരം മാറ്റി അവൻ്റെ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇതോടെ ദൈവം ഇറങ്ങി വരികയും ഈ ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് മൂടുകയും ഗ്രഹങ്ങളോട് വന്ന് ഇടിക്കത്തക്കവണ്ണം ഒരുപാട് ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. ശാസ്ത്രം പഠിപ്പിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഈ സൗരയൂഥത്തിൽ, സൂര്യഗ്രഹത്തിൽ 20 ഗോളങ്ങളായിരുന്നു ആദ്യമുള്ളത്. ഇന്ന് 9 ഉള്ളൂ, ബാക്കി 11 എന്തിയെ? ഗ്രഹങ്ങൾ തന്യോന്യം കൂട്ടിയിടിച്ചു, അത് പൊടിഞ്ഞു പോയി. അതിനെ സ്പേസ് വേസ്റ്റ് എന്നാണ് ഇന്ന് വിളിക്കുന്നത്. ഇപ്പോഴും പറയും ഭൂമിയെ നശിപ്പിക്കാൻ സാധ്യതയുള്ള വലിയൊരു കല്ല് വരുന്നുണ്ട്. ഈ കല്ല് എവിടുന്ന് വന്നതാ? ഈ ഗ്രഹങ്ങൾ പൊടിഞ്ഞതാണ്. നമ്മുടെ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ ദിവസം ഒന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നത് എന്ന് നോക്കിയാലും കാണാം. പൂർണ്ണചന്ദ്രൻ്റെ ദിവസം ചൊവ്വേ കാണാം. നോക്കിയാൽ ഈ പുള്ളിക്ക് പല കളറാണ്. ചന്ദ്രന് 3-4 പ്രധാന നിറങ്ങളുണ്ട്. എന്തു പറ്റിയതാ? പല ഗോളങ്ങൾ പൊടിഞ്ഞതിൻ്റെ ബാക്കി മിച്ചം വന്നത് ഒരുമിച്ച് കൂടിയതാണ് നമ്മുടെ ചന്ദ്രൻ. ഭൂമിക്ക് ഒരു ചന്ദ്രനെ കിട്ടിയതുപോലെ മാഴ്സിന് 70 ശിഷ്ടം ചന്ദ്രന്മാരുണ്ട്. ഇതെല്ലാം പല ഗ്രഹങ്ങൾ പൊടിഞ്ഞത് ഒരുമിച്ച് ചേർന്നതാണ്. ഇങ്ങനെ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു പൊളിഞ്ഞ കൂട്ടത്തിൽ ഭൂമി നിന്നു. കാരണം ഇതേ വന്ന് ഇടിച്ചെങ്കിലും ഇത് പൊടിഞ്ഞില്ല. കാരണം അടിസ്ഥാനമിട്ടാണ് പണിതത്. ഭൂമിക്ക് അടിസ്ഥാനമിട്ട് പണിതതുകൊണ്ട് ഭൂമി പൊടിഞ്ഞില്ല. ഇതര ഗ്രഹങ്ങൾക്ക് അടിസ്ഥാനമില്ല, അവയെല്ലാം പൊടിഞ്ഞു തെറിച്ചത് സ്പേസ് വേസ്റ്റായി ഇന്നുകൊണ്ട് ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് വെളിയിലേക്ക് മാറി. സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന ആ പഥത്തിൽ നിന്ന് ഭൂമിയെ ഇടിച്ചിടിച്ച് തെറിപ്പിച്ച് അകലെ എവിടെയോ ദൈവം അതിനെ കൊണ്ടിട്ടു. അവിടെ അതിനൊരു റിപ്പയർ പണി നടത്തി.
അകലെ കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ തെളിവ് പറയാം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് യഹോവ കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അന്ന് സൂര്യനില്ലെന്നറിയാമോ? സൂര്യനെ ഉണ്ടാക്കുന്ന 4-ാം ദിവസമാണ്. പിന്നെ വെളിച്ചം എവിടെ നിന്ന് വന്നു? ഈ സൂര്യൻ്റെ വെളിച്ചം അല്ല കണ്ടത്, വേറെ ഏതോ നക്ഷത്രത്തിൻ്റെ വെളിച്ചമാണ് കണ്ടത്. ദൈവം മാറ്റി. ഞാനീ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതിനേക്കാൾ സിമ്പിളായിട്ട് ഇത് വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഏറ്റവും സ്പീഡിൽ ലളിതമായി പോവുക. ഇതിൻ്റെ കോസ്മോസ് ദൈവം മാറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ആരംഭത്തിങ്കിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച സാഹചര്യത്തിൽ ദൂതന്മാർക്ക് ഇവിടെ വന്ന് വസിക്കാമായിരുന്നു. അതുകൊണ്ടാണല്ലോ ലൂസിഫറിനെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചത്. ദൈവം ഇതിൻ്റെ അന്തരീക്ഷത്തെ അങ്ങ് മാറ്റി. ഇനി മാറ്റി വെച്ച് ആത്മാക്കൾക്ക് പാർക്കാൻ കൊള്ളുകയില്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. എൻ്റെ മുറിക്കകത്ത് രാത്രിയിൽ കൊതുക് കയറിയാൽ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടി കൊതുകിനെ ഓടിക്കുന്ന ഒരു മണം മുറിക്കകത്തുണ്ടാക്കും. മുറിക്കകത്തെ അന്തരീക്ഷം മാറ്റുന്നതോടെ കൊതുക് മാറും, ഞാൻ കിടന്നുറങ്ങുകയും ചെയ്യും. ഇതുപോലെ ദൂതന്മാർക്ക് കയറി പാർക്കുവാൻ കൊള്ളുകയില്ലാത്ത ഒരന്തരീക്ഷം ഉണ്ടാക്കി. ദൂതന്മാർക്ക് ഓക്സിജൻ വേണ്ട, പക്ഷേ എനിക്ക് ഓക്സിജൻ വേണം. മനുഷ്യനാവശ്യമുള്ള സകലതും ഇവിടെ സൃഷ്ടിച്ചു. മനുഷ്യനാവശ്യമില്ലാത്ത ദൂതന്മാർക്ക് വേണ്ടത് ഇവിടെ നിന്ന് മാറ്റി. ഇതിൻ്റെ കോസ്മോസ് മാറ്റി. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്നും ആ വചനത്താൽ നീങ്ങിപ്പോയി എന്നും നിങ്ങൾ അറിയുന്നല്ലോ. പിന്നുണ്ട്, ഇനി അത് ന്യായം വിധിക്കാനിരിക്കുന്നു. അവിടെ അന്നുണ്ടായിരുന്ന ഭൂമി എന്നെഴുതിയിരിക്കുന്ന പദത്തിന് കോസ്മോസ് എന്ന പദമാണ് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്. അന്നുണ്ടായിരുന്ന അന്തരീക്ഷ സ്ഥിതി മാറ്റി, വേറൊരു അന്തരീക്ഷ സ്ഥിതിയാക്കി. ഇവിടെ ദൂതന്മാർക്ക് അല്ലെങ്കിൽ ദുരാത്മാക്കൾക്ക് വന്ന് പാർക്കാൻ ഒക്കാത്ത, ലൂസിഫറിനും സംഘത്തിനും ഇവിടെ വന്ന് പാർക്കാൻ ഒക്കാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ഭൂമിയെ തിരിച്ചു കൊണ്ടുവന്നു. ഇതിനു വേണ്ടിയാണ് അങ്ങ് അകലെ കൊണ്ടിട്ട് അതിനെടുത്ത് എത്ര നാളാണെന്നറിയാമോ? 1 ബില്യൺ വർഷം, 1000 കോടി വർഷം. ഇതൊന്ന് മാറ്റിയെടുക്കാൻ, ഈ അന്തരീക്ഷം ഒന്ന് മാറ്റിയെടുക്കാൻ 1000 കോടി വർഷം, 1 ബില്യൺ, ശാസ്ത്രത്തിൻ്റെ റഫ് എസ്റ്റിമേറ്റാണ്, എടുത്തു ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ. അത്രയും കൊണ്ട് ഇത് മാറ്റി. ഇത് മാറ്റി വെച്ച് ഈ ഭൂമിയെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചിവിടെ കൊണ്ടുവന്നിട്ട് ആദം ഹവ്വമാരെ സൃഷ്ടിച്ചു. ഇനി 1-2 വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കണേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കിട്ടിയല്ലോ. ഇതൊന്നും വിശദീകരിച്ച് തീർക്കാൻ ഒക്കത്തില്ല. എങ്ങനെയാണ് കോടി കോടി വർഷങ്ങളുടെ കണക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു തീർക്കുന്നത്? അവിടെ ഉണ്ടാക്കുക എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. താവോട്ട് വായിച്ചു. നീ മേശ ഉണ്ടാക്കി, ഞാൻ ഇവിടെ വരും. ഗൗരവമായി സാദൃശ്യവും സ്വരൂപവും മാറ്റാൻ ചെകുത്താൻ തീരുമാനിച്ചതും മനുഷ്യ ശരീരത്തിൽ കിഴുത്തയിട്ടതും വരെ ഇങ്ങോട്ട് വരും. ചരിത്രത്തിൽ നിന്ന് തന്നെ ഇവിടെ നമുക്ക് കാണാമല്ലോ. ഇങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങി നിന്നാൽ മതി, കിഴുത്തയിട്ട എത്രയോ പേരാണ് പോകുന്നത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നിന്നും മാറ്റുവാൻ പിശാച് തീരുമാനിച്ചു. ദൈവം സൃഷ്ടിച്ചപ്പോൾ എടുത്തു പറഞ്ഞു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഇല്ലായ്മയിൽ നിന്നുളവാക്കി. ഇനി ഈ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കാമോ? ഉൽപ്പത്തി 2-ന്റെ 7. 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, ഉള്ള മണ്ണിനെ രൂപീകരിച്ച് അതിൽ നിന്ന് ഇവനെ നിർമ്മിച്ചു. ഇത് സൃഷ്ടിയല്ല, മനുഷ്യനെ സൃഷ്ടിക്കുകയായിരുന്നു, ഉണ്ടാക്കുകയായിരുന്നു. ഒരിടത്ത് പറയുന്നു സൃഷ്ടിക്കുകയായിരുന്നു, വേറെടുത്ത് പറയുന്നു ഉണ്ടാക്കുകയായിരുന്നു. ഉണ്ടാക്കിയത് നിലത്തെ പൊടിയിൽ നിന്നാണ്, സൃഷ്ടിച്ചത് സ്വർഗത്തിൽ വെച്ചാണ്, ആത്മരൂപനായിട്ടാണ്. ഈ സ്വർഗത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവത്തിന് ഭൂമിയിലേക്ക് അയക്കണം. എന്തിനു വേണ്ടിയാണ്? ലൂസിഫർ പരാജയപ്പെട്ട ഇടത്ത് ഭൂമിയെ അടക്കി വാഴുവാൻ, ഈ ഭൂമിയിൽ ഭരിക്കുവാൻ ദൈവത്തിന് മനുഷ്യനെ അയക്കണം. പക്ഷേ ലൂസിഫർ ഇവിടെ വന്ന് ഭരണം തുടരാതിരിക്കുവാൻ, ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നേരത്തെ നിയമിച്ച ഭൂമിയിലാണ് വാഴാൻ വേണ്ടി ആദമിനെ ആക്കുന്നത്. വേറെ 2 പേര് നേരത്തെ വാഴുന്നുണ്ട് ഇവിടെ. സൂര്യനും ചന്ദ്രനും അന്തരീക്ഷം സൃഷ്ടിച്ചു. ഈ അന്തരീക്ഷത്തിലേക്ക് ആദം ഹവ്വമാരെ അയക്കുമ്പോൾ അവരും സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ ആത്മാവ് ഇങ്ങോട്ട് വന്നാൽ അവർക്കും ജീവിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ നിന്ന്, ഈ കോസ്മോസിൽ നിന്ന്, ഈ മണ്ണിലെ പൊടി കൊണ്ട്, ഇതിൻ്റെ അന്തരീക്ഷമല്ലേ മാറ്റിയേ, ഈ പൊടി കൊണ്ടൊരു പുറംകൂടുണ്ടാക്കി ആ പുറംകൂടിനകത്ത് മനുഷ്യനെ കയറ്റിവിടാൻ ദൈവം തീരുമാനിച്ചു. ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ?
ഈ മണ്ണിൽ നിന്ന് ഈ മണ്ണിലേക്ക് ഇനി ഇപ്പം ആത്മാക്കൾക്ക് വന്ന് താമസിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ദൂതന്മാർക്ക് വരാനൊക്കത്തില്ല, വന്ന് താമസിക്കാൻ പറ്റുകയില്ല. ആ സാഹചര്യത്തിലേക്ക് മനുഷ്യ എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം ദൈവിക സ്വഭാവമുള്ള ആത്മാവ്. നിസ്വ എന്ന വാക്കിന് ആത്മാവെന്നും കാറ്റെന്നും രണ്ടർത്ഥമുണ്ട്. നമ്മളും റൂഹ എന്ന് പറയാറുണ്ട്. റൂഹായിക്ക് രണ്ടർത്ഥമുണ്ട്, ഒന്ന് ആത്മാവെന്ന്, വേറൊന്ന് കാറ്റെന്ന്. ദൈവം തൻ്റെ റൂഹയെ ഊതി, തൻ്റെ നിസ്വയെ ഊതി, ദൈവ സ്വഭാവമുള്ള റൂഹ, അതാണ് ഭൗമികനുമായി പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ വരും, എനിക്ക് ഓർമ്മ വരാം, നിങ്ങൾക്ക് ഓർമ്മ വരാം. അദ്ദേഹം പറഞ്ഞു, ബൈബിൾ കൾച്ചർ അനുസരിച്ച് ആദിയിൽ ദൈവം ആദമിനെയും ഹവ്വയും സൃഷ്ടിച്ചു, ഒരു സ്ത്രീയും ഒരു പുരുഷനും. പിന്നെ കായേനും ഹാബേലും അവർക്ക് ജനിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കായേൻ ഹാബേലിനെ കൊന്നു. ഇനിയും ഭൂമിയിൽ ശേഷിക്കുന്നത് 3 പേരാണ്, ഒരമ്മയും ഒരപ്പനും ഒരു മോനും. വേറൊരു ഭാഷയിൽ 2 പുരുഷന്മാരും ഒരു സ്ത്രീയും. അടുത്തെഴുതിയിരിക്കുന്നു കായേൻ കല്യാണം കഴിച്ചു. പെണ്ണെവിടുന്ന്? അയാളുടെ ചോദ്യമാണ്, പെണ്ണെവിടുന്ന്? അമ്മയെ തന്നെയാണ്, അല്ലാതെ എവിടെയാണ്? വീണ്ടും ആദമിന് ഹവ്വയിൽ നിന്നൊരു കുഞ്ഞുമോനുണ്ടാകും. അപ്പോൾ ഈ ഒരു സ്ത്രീയെ മോനും അപ്പനും 2 പേരും ഭാര്യമാരായി ഉപയോഗിക്കുന്നു. ഇതാണ് ബൈബിൾ കൾച്ചർ. നമ്മളിതിൻ്റെ പുറകെ പോകരുത്, അയാൾ പറഞ്ഞതാണ്. ഇതിനൊരു മറുപടി വേണ്ടേ? കുറച്ച് താഴോട്ട് വരുമ്പോൾ ആദമിന് പിന്നെ ധാരാളം പുത്രന്മാരും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ഈ കാലത്തൊന്നും അല്ല, ഇതൊക്കെ കഴിഞ്ഞ് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ്, കായേൻ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. എങ്ങനെ ഇത് വിജയിക്കും? ഇതിന് ചാവുകട ലിഖിതം നോക്കാതെ നിവൃത്തിയില്ല. ചാവുകട ലിഖിതത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ആൺകുട്ടികളുടെ പേര് മാത്രമേ ജനിച്ച കൂട്ടത്തിൽ ദൈവം പറയുന്നുള്ളൂ. ഓരോ ആൺകുട്ടിയുടെ കൂടെ ഒരു പെണ്ണൂടെങ്കിലും ഉണ്ടായിരുന്നു. ചിലരുടെ കൂടെ 2ഉം 3ഉം പെൺപിള്ളേർ കാണും. ഔവയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞ് മാത്രം പ്രസവിച്ച ഒരു ചരിത്രമില്ല. കാര്യം സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക എന്ന ദൈവകൽപ്പനയുടെ മുമ്പിൽ അങ്ങ് പെരുകുന്ന കാലമായിരുന്നു. ആദം ഹവ്വമാർ 900 വർഷം ജീവനോടിരുന്നു. അവർക്ക് 600 ശിഷ്ടം മക്കളുണ്ടായി. കായേൻ്റെ കൂടെ ഒരു മോള് ജനിച്ചു, അവളെയാണ് അവൻ കല്യാണം കഴിച്ചത്. അതായിരുന്നു അന്നത്തെ പ്രമാണം. കായേൻ കഴിഞ്ഞ് 4 മക്കളൂടെ ജനിച്ചു, 4 ആൺപിള്ളേരും കൂടെ ജനിച്ചു. അതിനുശേഷം 5ാമത് ജനിച്ച ആൺകൊച്ചനാണ് ഹാബേൽ. ഇടയ്ക്കൊരുത്തൻ്റെ പേര് പറയുന്നില്ല, കാര്യം ഇവർക്കൊന്നും വേദപുസ്തകത്തിൽ സ്ഥാനമില്ല. വേദപുസ്തകത്തിൽ വേണ്ടത് ആത്മരക്ഷയ്ക്ക് ഉതകുന്നതാണ്. അതുകൊണ്ട് ഇവരുടെ ആരുടെയും പേര് പറയുന്നില്ല. പക്ഷേ ഇവരുടെ എല്ലാം പേര് ചാവുകട ലിഖിതങ്ങളിൽ കിടപ്പുണ്ട്. ചാവുകട ലിഖിതങ്ങളിൽ ഇവരുടെ എല്ലാം പേര് കിടപ്പുണ്ട്, ആരംഭകാല ചരിത്രമായി. ഇതുകൊണ്ട് വേദപുസ്തകം മനസ്സിലാകാൻ ചാവുകട ലിഖിതങ്ങൾ പഠിക്കാതെ ഒക്കത്തില്ല. ചാവുകട ലിഖിതങ്ങളിൽ പറയുന്നത് ആദം ഹവ്വമാരെ വഞ്ചിച്ച് അധികാരം തിരികെ എടുക്കണം എന്ന് സർപ്പം തീരുമാനിച്ചു, അല്ലെങ്കിൽ സാത്താൻ തീരുമാനിച്ചു. സാത്താൻ ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുകയില്ല. ഈ പുള്ളിക്ക് ഇവിടെ താമസിക്കാൻ, ഈ മണ്ണിൽ നിന്നെടുത്ത ഒരു ശരീരം അവനില്ല. ആദമിനും ഹവ്വയ്ക്കും ഈ മണ്ണിൽ നിന്നെടുത്ത ശരീരമുണ്ട്. അങ്ങനെയൊന്നും ഈ സാത്താനില്ല, അല്ലെങ്കിൽ ലൂസിഫറിനില്ല. വരിക പോകുക, ഇത് മാത്രമേ അവനൊക്കത്തുള്ളൂ. അവൻ വന്ന് ഈ ഭൂമിയിൽ ഏറ്റവും കണ്ണിങ്ങായ മൃഗം, ജന്തു, ജീവി പാമ്പുമായി ഒരു സന്ധി സംഭാഷണം നടത്തി. നിൻ്റെ ശരീരം എനിക്കൊന്ന് വിട്ടുതരാമെങ്കിൽ ഞാൻ നിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് ഇവിടെ കുറച്ച് നാൾ താമസിക്കാം, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. പാമ്പ് പറഞ്ഞ്, അങ്ങനാട്ട്, നീ എന്നെക്കാൾ എത്രയോ സമർത്ഥനും എത്രയോ വൈഭവമുള്ളവനും എന്തും വേണ്ടും കഴിവുള്ളവനുമാണ്. അപ്പം നിൻ്റെ കഴിവിൽ കുറച്ച് എനിക്കൂടെ തരാമെങ്കിൽ സന്തോഷമായി പോരെ, എൻ്റെ അകത്ത് താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സർപ്പത്തിൽ സാത്താൻ കയറി. സാത്താനെയും കൊണ്ട് സർപ്പം നടക്കാൻ തുടങ്ങി. സർപ്പത്തിന് നേരിട്ട് ഏദൻ തോട്ടത്തെ കയറാൻ പറ്റത്തില്ല. ഏദൻ തോട്ടത്തിന് ആദം ഹവ്വമാരെ ദൈവം കാവലേൽപ്പിച്ചിട്ടുമുണ്ട്. ഇത് മറക്കരുത്. ഏദനിൽ ആദ്യം കൊടുക്കുന്ന ജോലി ചെയ്യാനല്ല, കാവൽ കാത്തോളാനാണ്. ഏദനിലെ ആദ്യത്തെ കടമ തോട്ടം കാപ്പാനും 2 തോട്ടത്തിൽ വേല ചെയ്യുവാനുമാക്കി. ഔവ്വയോ ആദമോ അനുവദിക്കാതെ സർപ്പത്തിനകത്ത് കയറാൻ പറ്റുകയില്ല. അവൻ വെളിയിൽ കൂടെ നടക്കുകയുള്ളൂ. ഇങ്ങനെ പക്ഷേ ഔവ്വയ്ക്കൊരു സ്വഭാവദോഷം ഉണ്ടായിരുന്നു. അപ്പച്ചനെ കൂടാതെ ഒറ്റയ്ക്ക് നടക്കണമെന്ന് അമ്മച്ചിക്കൊരു തോന്നൽ. ഇവിടെ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഔവ്വമാരുടെ തനി സ്വഭാവമാണ്. ഓക്കെ, അപ്പച്ചനെ കൂടാതെ ഒറ്റയ്ക്ക് നടക്കണമെന്ന് അമ്മച്ചിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പച്ചൻ്റെ അടുത്തിരിക്കും, അമ്മച്ചി ഇങ്ങനെ ഈ പരിയമ്പുറത്തോടെല്ലാം നടക്കും. നടന്നു വരുന്ന കൂട്ടത്തിൽ തോട്ടത്തിൻ്റെ എറമ്പിലെത്തി. അവിടെ എത്തിയപ്പോൾ മണികിലുക്കുന്നത് പോലെ ശബ്ദമുള്ളതും ശരീരത്തിന് ഭയങ്കര വഴക്കമുള്ളതുമായ നല്ല പവൻ്റെ നിറമുള്ള ഒരു ജീവിയെ കണ്ടു, പാമ്പ്. അന്ന് പാമ്പുകൾ നടക്കുമായിരുന്നാണ് പറയുന്നത്. അതിന് മരത്തെ കയറാമായിരുന്നു, നടക്കുമായിരുന്നു. അന്ന്
അതിനുശേഷം വന്നല്ല കർത്താവ് പറഞ്ഞു, നീ ഉരസ്സുകൊണ്ട് ഗമിക്കാൻ. അതുവരെ കാലേ നടക്കുകയായിരുന്നു എന്നെപ്പോലെ, നിങ്ങളെപ്പോലെ. ഈ സർപ്പത്തെ കണ്ടു. ആ ഉമ്മച്ചിയോട് സംസാരിക്കാൻ സർപ്പം അടുത്ത് വന്നു. ഉമ്മച്ചി പറഞ്ഞു, പൊക്കോ, ഇതിനകത്തെങ്ങും കയറണ്ട. ചാവുകട ലിഖിത പ്രകാരം പറയുന്നത് 600 വർഷം. അന്ന് വർഷത്തിൻ്റെ കണക്കില്ല. ആ മനുഷ്യൻ പാപം ചെയ്ത ശേഷം ആ വർഷത്തിൻ്റെ കണക്കൊക്കെ ഉണ്ടായത്. ഏറെക്കുറെ 600 വർഷത്തിൻ്റെ കാലഘട്ടം സർപ്പം വെളിയിലും അമ്മച്ചി അകത്തുമായി എന്നും തമ്മിൽ കാണും. അമ്മച്ചിക്ക് എൻ്റെ സംസാരവും സ്വഭാവവും ഒക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. മെയ് വഴക്കം, അവൻ്റെ ആ സൗന്ദര്യം, ശബ്ദം, ഇതെല്ലാം കൂടി ഇഷ്ടപ്പെട്ടു. ഇവനെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അകത്തുണ്ടായിരുന്നെങ്കിൽ നല്ലതാണല്ലോ എന്ന് അമ്മച്ചി ഓർത്തു. എനിക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട്, ഒരു നല്ല പട്ടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഞാനും എൻ്റെ ഭാര്യയും 2 പേര് തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത്. മക്കളെല്ലാം അകലെയാണ് താമസിക്കുന്നത്. പിള്ളേരെ വിളിച്ചാൽ ചിലപ്പം വരും, ചിലപ്പം പിന്നെ വരാമെന്ന് പറയും. പട്ടിയാണെങ്കിൽ വിളിച്ചാൽ ഉടനെ വരുമല്ലോ, ഒന്ന് കളിപ്പിക്കാമായിരുന്നു. ഇങ്ങനെ പല ചിന്തകൾ. എന്ന് പറഞ്ഞ പോലെ അമ്മച്ചിക്കൊരു തോന്നൽ, ഇവനെ കൂടെ അകത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്നെ ഭംഗിയാണ് കാണാൻ. ഈ അപ്പച്ചനെ കാണുന്ന പോലൊന്നും അല്ല, കാണാൻ എന്തൊരു സൗന്ദര്യം, ഇവനെ കൂടെ കിട്ടിയാൽ കൊള്ളാം. 600 വർഷം കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, പോരടാന്ന് പറഞ്ഞു. ഇവനെ തോട്ടത്തിൽ കയറ്റി. പക്ഷേ യഹോവയായ ദൈവം വൈകുന്നേരം ഇറങ്ങി വരുമ്പോൾ നീ മാറിക്കോണം, അന്നേരത്തിനകത്ത് നിൽക്കരുത്. ഇങ്ങനെ യഹോവയായ ദൈവം വെയിലാറുമ്പോൾ ഇറങ്ങി വരുന്ന നേരത്ത് ഇവൻ മാറി നിന്നു. അല്ലാത്തപ്പോൾ അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പം അമ്മച്ചിക്ക് തോന്നി ഇതിനകത്തൊന്നും കുഴപ്പമില്ല, കാര്യം ദൈവം സർവ്വജ്ഞാനിയല്ലേ, ഇതെല്ലാം അറിയാത്തതൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ ഇവനെ അകത്ത് കയറ്റിയതുകൊണ്ട് അങ്ങനെ കാര്യമായ കുഴപ്പമൊന്നുമില്ല. നമ്മളും പറയാമല്ലേ, കണ്ട് കള്ളം പറഞ്ഞെങ്കിലും മറുഭാഷ ഇപ്പോഴും പറയുന്നുണ്ട്. 2 പേരോട് വഴക്കിട്ടെങ്കിലും വേണ്ടാധീനം ചെയ്തെങ്കിലും എൻ്റെ കൃപയൊന്നും കുറഞ്ഞിട്ടില്ല, അന്യഭാഷയുണ്ടെന്ന് നമുക്കും തോന്നുമല്ലോ. ഇതുപോലെ അമ്മച്ചിക്കും തോന്നി. ഇത്രയും പരുവക്കേട് ഞാൻ കാണിച്ചിട്ടും ദൈവം ഇത് അറിയുന്നുണ്ട്, അറിയാതൊന്നും അല്ല. പക്ഷേ എന്നോട് ചോദിക്കുന്നില്ല, ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് വെളിപ്പെടുത്തുന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ വന്ന ദിവസം മുതൽ അടുത്ത 600 വർഷം ഇവൻ അമ്മച്ചിയോട് വർത്താനം പറഞ്ഞ് അമ്മച്ചിയുടെ കോൺഫിഡൻസ് പിടിച്ചു. രണ്ടാമത്തെ 600 വർഷം കൊണ്ട് അമ്മച്ചിയുടെ കോൺഫിഡൻസ് പിടിച്ചു. ഇവൻ പറയുന്ന സത്യമേ പറയൂ, ഇവൻ ഒരിക്കലും വ്യാജം പറയത്തില്ല, എന്നോടവൻ തെറ്റ് കാണിക്കുകയില്ല. ഇത് കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചിയോട് പറയുന്നത്, ചോദിക്കുന്നത്, തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും തിന്നരുതെന്ന് യഹോവ വാസ്തവമായി കൽപ്പിച്ചോ? ഈ ട്വിൽറ്റഡ് ക്വസ്റ്റ്യനാണ്, ട്വിൽറ്റഡ്, വാസ്തവമായി കൽപ്പിച്ചോ എന്ന് പറഞ്ഞാൽ അതിന് വേറെ വ്യാഖ്യാനം വല്ലതും ഉണ്ടോടാന്ന് ഇപ്പം ചോദിക്കും. പറഞ്ഞത് ശരി തന്നെയാണോ? അതിന് അങ്ങനെ ഒരു വ്യാഖ്യാനമേ ഉള്ളോ? വേറെ വ്യാഖ്യാനം ഇല്ലയോ? അമ്മച്ചി പറഞ്ഞു, ഒരു വ്യാഖ്യാനവും ഇല്ല, വാസ്തവം. തൊടുകരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. തൊടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിശാച് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ചുമ്മാ ദൈവം കള്ളം പറഞ്ഞു. ദൈവം അങ്ങനെയൊക്കെ പലതും പറയും, അതൊന്നും കാര്യമുള്ളതല്ല. ഈ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞു. എൻ്റെ സ്വന്തം അപ്പൻ പറഞ്ഞത് അങ്ങനെയൊക്കെ പലതുമൊക്കെ പറയും, ഒന്നും കാര്യമുള്ളതല്ല. വിശ്വസിക്കാതെ സ്നാനപ്പെടുത്തിയാലും സ്നാനമാകും. എൻ്റെ അപ്പച്ചൻ പറഞ്ഞതാണ്. ഇങ്ങനെ പലതും തിരുവചനത്തിലുള്ളതിനെ തിരുത്തുന്ന ഒരു പ്രവണത സാത്താനുണ്ട്. അമ്മച്ചിയുടെ അടുക്കലും ഈ പ്രവണത തന്നെ ഉപയോഗിച്ചു. അവസാനം അമ്മച്ചി കൈ നീട്ടി പറിച്ചു തിന്നു. അമ്മച്ചിയുടെ മേലുണ്ടായിരുന്ന ദൈവ തേജസ് വിട്ടുപോയി. ദൈവ തേജസ്സുമായി അമ്മച്ചി ഇതിനകത്ത് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വൈസ്രോയി ആയിരുന്നു, ദൈവത്തിൻ്റെ പ്രതിനിധി. ആ ദൈവത്തിൻ്റെ പ്രതിനിധി വൈസ്രോയി എന്ന സ്ഥാനം നഷ്ടപ്പെട്ടു. ആദാമിന് കൊടുത്തു, അങ്ങേരും തിന്നു, ആകെ വൃത്തികേടായി. അന്ന് വൈകിട്ട് യഹോവയായ ദൈവം ഇറങ്ങി വരികയും സർപ്പം മാറി നിന്നു. ആദം ഹവ്വമാർ വിളിച്ചു വരുത്തി, അവർ കാര്യം പറഞ്ഞു. ആദമിനോട് ചോദിച്ചു, തിന്നോ? സ്ത്രീ തന്നതുകൊണ്ട് തിന്നു. സ്ത്രീയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സർപ്പം പറഞ്ഞതുകൊണ്ട് തിന്നു. അപ്പോൾ സർപ്പത്തെ അകറ്റി കയറ്റിയോന്നൊന്നും ദൈവം ചോദിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം എനിക്കറിയാം, കയറ്റിയതും എനിക്കറിയാം, വളർത്തിയതും എനിക്കറിയാം, അനുസരിച്ചതും എനിക്കറിയാം. നിൽക്കട്ടെ, സർപ്പത്തോട് മാത്രം ചോദ്യം ചോദിക്കുന്നില്ല. കാരണം ലൂസിഫറിൻ്റെ ഫസ്റ്റ് ചാൻസ് കഴിഞ്ഞതാണ്. ലൂസിഫർ തന്നെ ഇതിനകത്തും ഇരിക്കുന്നത്, ഇവൻ്റെ സെക്കൻഡ് ചാൻസാണ്. അവനോട് ചോദ്യമൊന്നും ചോദിച്ചില്ല. ചോദ്യം ചോദിക്കാതെ പറഞ്ഞു, ജന്തുക്കളുടെ കൂട്ടത്തിൽ നീ ഏറ്റവും ശപിക്കപ്പെട്ടിരിക്കും. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് ഭൂമിയിലെ പൊടി തിന്ന് ജീവിക്കും. എന്നിട്ട് പാമ്പിനോട് പറഞ്ഞതാണ്, സ്ത്രീയോടും പാമ്പിനോടും ചേർത്ത് പറയുന്നതാണ്, സ്ത്രീയുടെ സന്തതി ഇറങ്ങി വരികയും സർപ്പത്തിൻ്റെ തല തകർക്കുകയും ചെയ്യും. ചാവീട് ലിഖിതത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എടാ പാമ്പേ, എൻ്റെ സ്വരൂപത്തിലും എൻ്റെ സാദൃശ്യത്തിലും ഞാൻ സൃഷ്ടിച്ച എൻ്റെ മനുഷ്യനെ ചതിക്കേണ്ടതിന് നിൻ്റെ അകത്ത് നീ സാത്താൻ അനുവാദം കൊടുത്തു. അവൻ ഈ മണ്ണിൽ വന്ന് താമസിക്കാതെ ഞാനിതിൻ്റെ കോസ്മോസ് മാറ്റിയതാണ്. ഞാൻ നിനക്ക് തന്ന ഈ മണ്ണിൻ്റെ ശരീരം നീ ദുരുപയോഗം ചെയ്തു. ആ ദുരുപയോഗം ചെയ്ത ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നീ എൻ്റെ മക്കളെ നഷ്ടമാക്കി. അതുകൊണ്ട്
ഞാൻ തിരിച്ചു ഉറപ്പിക്കേണ്ടതാണ്. നിനക്ക് ലീഗൽ റൈറ്റ് അല്ലേ, പോ. എനിക്കാ ലീഗൽ റൈറ്റ്. നീ പോയേ പറ്റൂ, നിനക്ക് ലീഗൽ റൈറ്റ് ഇല്ല. നീ ലീഗൽ റൈറ്റ് ഇല്ലാതിരിക്കെ ലീഗൽ റൈറ്റ് ഉള്ള ഞാൻ സൃഷ്ടിച്ച, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ഈ പാമ്പിൻ്റെ ശരീരം നീ ഉപയോഗിച്ചു. അതുകൊണ്ട് ലീഗൽ റൈറ്റ് അനുസരിച്ച്, ന്യായമായ നിയമം അനുസരിച്ച് നിന്നെ കൊല്ലാൻ സ്ത്രീയുടെ സന്തതിയായി ഞാൻ തിരിച്ചു വരും. നീ ഇന്ന് എൻ്റെ കുതികാൽ തകർത്തതേ ഉള്ളൂ, ഞാൻ നിൻ്റെ തല തകർത്തേച്ചേ പോകത്തുള്ളൂ. തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് പറഞ്ഞേച്ച് യഹോവയായ ദൈവം ആദമിനെയും ഹവ്വയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവൻ്റെ അന്നത്തെയും ഇന്നത്തെയും പദ്ധതി ദൈവിക സിസ്റ്റത്തിൽ നിന്ന് നമ്മളെ പുറത്തെടുക്കുക. ദൈവകൽപ്പനകളിൽ നിന്ന്, ഞാനവിടെ വരാം, ദൈവിക കൽപ്പനകളിൽ നിന്ന്, ദൈവപ്രമാണങ്ങളിൽ നമ്മളെ പുറത്തു കൊണ്ടുപോകുക. ഇതാണ് അവൻ്റെ അന്നത്തെയും ഇന്നത്തെയും തീരുമാനം. കാര്യം അങ്ങനെ പുറത്തു പോയാൽ ദൈവം അവരെ കൈവിടും. ഞാൻ ഇനിയും 1-2 ഉദാഹരണം. എവിടെയെങ്കിലും ഒരു കള്ളുഷാപ്പിൽ കയറി പിശാച് കള്ളു കുടിച്ചു നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? അയ്യോ, പിശാച് കള്ളുകൂടി തുടങ്ങിയിരുന്ന നാട്ടിലെ കുടിയന്മാർക്ക് ഒരു തൊള്ളി മിച്ചം കിട്ടുകയില്ലായിരുന്നു, മൊത്തം അവൻ കുടിച്ചുകൊണ്ട് പോരെ. പിന്നെ പിശാചിന് കള്ളു കുടിക്കണമെന്ന് തോന്നുമ്പോൾ എന്തോ ചെയ്യാനാ, എൻ്റെ അടുക്ക വന്ന് ചെറിയ എം എ വർഗീസ് നിൻ്റെ വായൊന്ന് വിട്ടു തരാമോ, ഇച്ചിരി കുടിക്കാനാ. അത് കഴിയുമ്പോൾ നീ പോയി സ്തോത്രമൊക്കെ പറയടാ, അപ്പോൾ പ്രശ്നം തീരും. പിശാച് ആരെങ്കിലും തല്ലിക്കൊന്നെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. തല്ലിക്കൊല്ലണമെന്ന് തോന്നുന്നു. പിശാചിന് സ്വന്തം ഒരു ശരീരമില്ലാത്തതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ഒരു ശരീരത്തെ ദുരുപയോഗപ്പെടുത്തും, ആ ശരീരത്തിൽ പ്രവേശിക്കും. നമ്മളും തീർത്തു പറയണം, പിശാചെ നടപ്പില്ല, എൻ്റെ ശരീരം വിട്ടുതരത്തില്ല, എൻ്റെ നാക്കും കണ്ണും ചെവിയും ഒന്നും നിനക്ക് തരത്തില്ല, ഞാൻ ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിന് പ്രവർത്തിക്കാനാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ അതേ ചെയ്യത്തുള്ളൂ. ഇങ്ങനെ 2 സാമ്രാജ്യങ്ങളുടെ സ്ഥാപനത്തിനായി, ഞാൻ ആ സാമ്രാജ്യം എന്ന പദം ഉപയോഗിച്ചു, 2 സാമ്രാജ്യങ്ങളുടെ സ്ഥാപനത്തിനായി ദൈവിക മോഡലിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുവാൻ ദൈവവും, പൈശാചിക മോഡലിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുവാൻ, 2 കൾച്ചറിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുവാൻ സാത്താനും ശ്രമിച്ചു. ഏദൻ്റെ മണ്ണിൽ സാത്താൻ ജയിച്ചു. ഏദൻ്റെ മണ്ണിൽ മാത്രം സാത്താൻ ജയിച്ചു. ദൈവം ആദമിനെയും ഹവ്വയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പുറത്തായ ആദമിനും ഹവ്വയ്ക്കും കായീൻ ജനിച്ചു, ഹാബേൽ ജനിച്ചു, 600 മക്കൾ ജനിച്ചു. കറക്റ്റ് ചാവുകട ലിഖിതത്തിൽ എത്ര മക്കളാണെന്ന് പറയുന്നില്ല. 600 കണക്കുണ്ട്, അത് ഞാൻ കണക്ക് കൂട്ടുകയാണ്, ഇത്രയും പേരുണ്ട്. ഇനി അവരുടെ കണക്ക്, ഏത് ഈ കുഞ്ഞു ആൺപൈതലിൻ്റെ കൂടെ എത്ര പെൺകുട്ടികൾ ജനിച്ചോ അത്രയും പെൺകുട്ടികളെ അവൻ ഭാര്യമാരായി എടുക്കണം, എങ്കിൽ മാത്രമേ എളുപ്പം പെറ്റുപെരുകത്തുള്ളൂ. ഞാനൊരു വൃത്തികെട്ട കാര്യം കൂടി ഇതിനിടയ്ക്ക് കയറ്റി പറയാം, ചാവുകട ലിഖിതത്തിലുള്ളതാണ്, നിങ്ങളിതെല്ലാം മറന്നാലും മറക്കാത്ത ഒരു കേസ്. ഹാബേലിൻ്റെ കൂടെ 2-3 പെൺപിള്ളേരുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം എക്സ്ട്രാ ബ്യൂട്ടിഫുള്ളായിരുന്നു. ഈ പെണ്ണെ കണ്ടപ്പോൾ കായന് അവൻ്റെ കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി. അവൻ ഹാബേലിനോട് പറയേണ്ട, മൂത്ത ചേട്ടൻ ഞാനാ, നിനക്ക് ഞാൻ 2-3 പെൺപിള്ളേരെ വേറെ തരാം. അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക, 2-3 പെൺപിള്ളേരെ വേറെ തരാം, പക്ഷേ ഈ ഒരു പെണ്ണിനെ എനിക്ക് വേണം, കാര്യം അവളുടെ സൗന്ദര്യം. ഹാബേൽ ഇത് കണ്ടേച്ചു പറഞ്ഞ്, യാതൊരു രക്ഷയില്ല, എനിക്ക് ദൈവം വിധിച്ച് എൻ്റെ കൂടെ തന്നതിന് നിനക്ക് തരത്തില്ല. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള വഴക്കെന്ന്. അതുകൊണ്ടൊരവസരത്തിന് വേണ്ടി കായൻ കാത്തിരിക്കുമ്പോഴാണ് ഒരു ആരാധനയുടെ മുമ്പിൽ വരികയും ആരാധനയിലും ദൈവം അവനിൽ തന്നെ, ഹാബേലിൽ തന്നെ പ്രസാദിക്കുകയും എന്നാൽ പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഹാബേലിനെ അങ്ങ് കൊല്ലുകയും ചെയ്തു. ഇത് ചാവുകട ലിഖിതം. ഈ ചാവുകട ലിഖിതങ്ങളുടെ ആദ്യത്തെ പുസ്തകം ഫോളൻ ഏഞ്ചൽസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്, വീണുപോയ ദൂതന്മാർ. എഴുതിയത് ആദാം മുതൽ 7-മനായ ഹാനൂക്ക. ഭൂമിയിലേക്ക് അക്ഷരമാല കൊണ്ടുവന്നത് ഹാനൂക്ക. ചാവുകട ലിഖിത പ്രകാരം ഭൂമിയിലേക്ക് അക്ഷരമാല കൊണ്ടുവന്നത് ഹാനൂക്ക, വേറെ ആരും അക്ഷരമാല കൊണ്ടുവന്നില്ല. അദ്ദേഹം 300 വർഷം ഭൂമിയിൽ ജീവിച്ച് ദൈവത്തോടുകൂടെ നടന്നു. ഈ 300 വർഷം മറുഭാഷ പറഞ്ഞുകൊണ്ട് നടന്നെന്നൊന്നും എഴുതിയിട്ടില്ല. അദ്ദേഹം മനുഷ്യന് പ്രയോജനമുള്ള പലതും ചെയ്തു. ആ കൂട്ടത്തിലെ ഏറ്റവും വലുതായിരുന്നു എഴുതുവാനുള്ള അക്ഷരലിപി കൊണ്ടുവരുന്നതും ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതുന്നതും. ആ കൂട്ടത്തിൽ ആദം ഹവ്വമാരുടെ 1-ാം പുസ്തകവും 2-ാം പുസ്തകവും ഹാനോക്ക് എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവരുടെ കാലം മുതൽ പറഞ്ഞു കേട്ട ചരിത്രങ്ങൾ ചേർത്ത് അദ്ദേഹം എഴുതിയതാണ്. ആ പുസ്തകത്തിൽ ഈ ചരിത്രം ക്ലീനായി കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് കായൻ കൊന്നുകളഞ്ഞു, എന്തുകൊണ്ട് ഹാബേൽ അങ്ങനെയായി, ഒക്കെ കഴിഞ്ഞു. അതിനെ തുടർന്ന് മനുഷ്യൻ പെറ്റുപെരുകി വർദ്ധിക്കാൻ തുടങ്ങി. മനുഷ്യൻ പെറ്റുപെരുകി വർദ്ധിക്കാൻ തുടങ്ങിയതോടെ എല്ലാവരും കൂടെ ഒരു സങ്കരവർഗമായി ജീവിച്ചു.
കായേൻ്റെ വീട്ടുകാരോട് പൊതുവെ എല്ലാവർക്കും ഒരല്പം വിരോധമുണ്ട്. കാര്യം അവനാണ് ആദ്യത്തെ കൊലപാതകൻ. അതുകൊണ്ട് അവനോടൊരല്പം വിരോധമുണ്ടെങ്കിലും അവനും സമൂഹത്തിലങ്ങ് പോയി. ഇപ്പോൾ മക്കളൊന്നും ചെയ്തതല്ലല്ലോ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അങ്ങ് മറന്നു, അങ്ങനെയൊക്കെ ജീവിച്ചു പോവാം. അന്നാണ് യാരേദ് എന്ന് പറയുന്ന ഒരാൾ ജനിക്കുന്നത്, 6ാം തലമുറയിൽ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കിടപ്പുണ്ട്. എത്ര വാക്യമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. യാരേദ് ജനിക്കുന്നത്. യാരേദിൻ്റെ അപ്പൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. യാരേദിൻ്റെ അപ്പൻ യാരേദിൻ്റെ അപ്പൻ ഒറ്റ വാക്യത്തിൽ 2 പേരും കിടപ്പുണ്ട്. മഹലയേൽ അസാമാന്യ ഭക്തനായിരുന്നു. മഹലയേൽ അദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ചു വെച്ച് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ കായേൻ്റെ സന്തതിയുടെ കൂടെ പോകണ്ട, നമുക്ക് വേർപാട് വേണം. ദൈവം ആദ്യം മുതൽ വേർപാട് ആഗ്രഹിക്കുന്നവനാണ്. നമുക്ക് വേർപാട് വേണം. നമുക്ക് ഈ കായേൻ്റെ മക്കളുടെ കൂടെ പോകണ്ട. നമ്മൾ ഭൂമിയിലുള്ള സാധാരണ ആളുകളെ പോലെ ജീവിക്കത്തില്ല. നമുക്കൊരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഒറ്റയ്ക്ക് ജീവിക്കാം, വേർപാടാചരിക്കാൻ. അപ്പോൾ ഒരു ചോദ്യം, എന്തോ ഭക്ഷിക്കും? അവർ പറഞ്ഞ് കൃഷിയുടെ നേരമാകുമ്പോൾ താഴ്വരയിൽ ഇറങ്ങണം, കൃഷിയും ചെയ്ത് അപ്പോഴേ സ്ഥലം വിടണം, കായേൻ്റെ പിള്ളേർ വരുന്നതിന് മുമ്പേ പോകണം. പക്ഷേ ഈ കൃഷിയുടെ നേരത്തെ ഇറങ്ങി വരുന്ന അത്രയും സമയം മതിയായിരുന്നു കായേൻ്റെ പെൺകുട്ടികൾക്ക് മഹലയേലിൻ്റെ ആൺകുട്ടികളെ വശീകരിക്കാൻ. അദ്ദേഹത്തിന് ജനിച്ച മകനാണ് യാരേദ്. ഭൂലോക ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതിലേക്കും ഭക്തനായ മനുഷ്യനായിരുന്നു യാരേദ്. യാരേദിന് മക്കളായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ പിള്ളേരെ വിളിച്ചു വെച്ച് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ ഭൂമിയിലെ വാസം വേണ്ട, നമുക്ക് മാറി ഒരു പർവ്വതത്തിൽ താമസിക്കാം. എന്ത് തിന്നും? അദ്ദേഹം പറഞ്ഞു, വൃക്ഷങ്ങളുടെ ഫലം മാത്രം തിന്നും. ആ പർവ്വതത്തിൽ വൃക്ഷങ്ങളുണ്ട്, അതിൻ്റെ പഴം മാത്രം. കാര്യം ദൈവം ആദമിനെയും ഹവ്വയും സൃഷ്ടിച്ചപ്പോൾ വൃക്ഷങ്ങളുടെ ഫലം തിന്ന് ജീവിക്കാനാണ് പറഞ്ഞത്. നമുക്കത് മതി, നമുക്കിതിൻ്റെ മേളിൽ കയറാം. അങ്ങനെ അദ്ദേഹവും കുടുംബവും കൂടെ മേളിൽ കയറി. എന്നോട് ക്ഷമിക്കണേ, ഞാനൊരു വലിയ ഗൗരവത്തിലോട്ട് വരിക. മരമണ്ടേ കയറി കുറേ നാൾ വൃക്ഷങ്ങളുടെ ഫലമൊക്കെ തിന്ന് ജീവിച്ചതോടെ മക്കൾക്ക് ഒരു നിരാശ പോലൊക്കെ തോന്നി. ഇത് ശരിയാകുന്നില്ല, എന്തേലും കോതമ്പിൻ്റെ വക കഴിക്കണം. പക്ഷേ താഴോട്ട് വരാനൊക്കത്തില്ല, യാരേദിൻ്റെ നിയമമാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സാത്താന് മനസ്സിലായി, യവൻ വളർന്നു വന്നാൽ, യവനെപ്പോലെ 4-5 പിള്ളേരും വളർന്നാൽ ഈ ഭൂമി നമുക്ക് തിരിച്ചു വരാൻ ഒക്കത്തില്ല, ഈ ഭൂമി ഇവന്മാർ പിടിക്കും. അങ്ങനെയാണെങ്കിൽ യാരേദിൻ്റെ കുടുംബത്തെ നോട്ടമിടണം. ഇന്നും മറക്കരുത്, ഏതെങ്കിലും ഒരു കുടുംബം ദൈവത്തിന് വേണ്ടി വേദനിച്ചാൽ നിങ്ങളെ നോട്ടമിടുന്ന ഒരു ലോകമുണ്ട്. ഇവന്മാരെ നോട്ടമിടാൻ പിശാച് തീരുമാനിച്ചു. അതിന് വേഷം മാറി മനുഷ്യവേഷത്തിൽ ഇവിടെ വന്ന് താമസിക്കാനൊക്കത്തില്ല. കാര്യം ഇതിൻ്റെ കോസ്മോസ് മാറിയതാ. മിനിറ്റുകൾ കൊണ്ട് ഇവിടുന്ന് പോയേ പറ്റൂ, ഇവിടെ താമസിക്കാനൊക്കുകയില്ല. മനുഷ്യവേഷത്തിൽ ചില മിനിറ്റുകളിലേക്ക് യാരേദ് താമസിക്കുന്ന മലയിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ പ്രത്യക്ഷപ്പെട്ട് വെച്ച് പറഞ്ഞു, നിങ്ങളെ ഏറ്റവും മനോഹരമായ ഒരു പാട്ട് പാടി കേൾപ്പിക്കാം, ആ പാട്ട് പഠിപ്പിക്കാം. പാടിയപ്പോൾ അതിമനോഹരമായ പാട്ടാണ്, അതിമനോഹരം. യാരേദിൻ്റെ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് പാടണം. യാരേദ് ഉടനെ പറഞ്ഞു, 2-3 കാര്യങ്ങൾ എനിക്കറിയണം. നമ്മൾ ഓർത്തോണ ജീവിതത്തിൽ നമ്പർ 1, ഈ പാട്ടിൻ്റെ ഒറിജിൻ എവിടെയാണ്? നിങ്ങൾ ഈ പാടിയ പാട്ടുണ്ടല്ലോ, ഇത് ആരുണ്ടാക്കി, ആരെഴുതി? 2, ഇത് പാടിയാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഗുണമെന്തോ? വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ആൻഡ് വാട്ട് ഈസ് ദ ഒറിജിൻ? അവർ പറഞ്ഞു, അതിൻ്റെ ഒറിജിൻ ലൂസിഫർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സ്വർഗത്തിൽ പാടിയ പാട്ടാണ്. പ്രയോജനം കേൾക്കാൻ നല്ല സുഖമാണ്. യാരേദ് പറഞ്ഞ്, ഇറങ്ങട മലയെന്ന് പറഞ്ഞു, മേലാൽ മലയെ കണ്ടേക്കരുത്. ലൂസിഫറുമായി ബന്ധപ്പെട്ട യാതൊന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്കറിയാമോ, ഇന്ന് നന്നായി പാട്ടുപാടുന്ന കുഞ്ഞുങ്ങളിൽ പലരും സ്വരത്തിന് വേണ്ടിയാണ് പാടുന്നത്, അല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാനൊന്നും അല്ല. തിരിച്ചും മറിച്ചും വളച്ചും നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും പാടുന്നത് സ്വരം കേൾപ്പിക്കാനാണ്, കേൾക്കാൻ നല്ല സുഖം, അതിന് പാടുന്ന പാട്ടാണ്. യാരേദ് ഇത് അംഗീകരിക്കാതെ വന്നതോടെ ഈ ദൂതന്മാർ, വീണുപോയ ദൂതന്മാർ, മനുഷ്യവേഷത്തിൽ മിനിറ്റുകളോളം അനേക വീടുകളിൽ കയറി പലരോടും പറഞ്ഞു, ഇങ്ങനൊരു പാട്ടുണ്ട്, എല്ലാവരും ലൂസിഫറിൻ്റെ വകയാന്ന് കേട്ടോ പറഞ്ഞു, നമുക്ക് വേണ്ട, കാര്യം ലൂസിഫറിനെ വേണ്ട എന്നൊരു ചിന്തയുണ്ട്, നമുക്ക് വേണ്ട. അവസാനം അവരങ്ങ് സഹി കേട്ടപ്പോൾ പറഞ്ഞു, നമുക്ക് കായേൻ്റെ വീട്ടിലൊന്ന് കയറാം. അവൻ പണ്ടേ ശപിക്കപ്പെട്ടതാണ്, അവന്മാർ അംഗീകരിക്കുമെന്ന് നോക്കാം. അങ്ങനെ കായേൻ്റെ വീട്ടിൽ ചെന്ന് കയറി. കായേൻ്റെ വീട്ടിൽ ഈ പാട്ടുപാടി, ഞങ്ങൾക്ക് പഠിക്കണം പിള്ളേരായി. അവരോട് പറഞ്ഞു, ഞാനൊരു കാര്യം നേരത്തെ പറയാം, പഠിച്ച് കഴിയുമ്പോൾ പിന്നെ വൃത്തികേട് പറയാതിരിക്കാൻ. ഈ പാട്ട് സ്വർഗത്തിൽ ലൂസിഫർ ഉണ്ടാക്കിയ പാട്ടാണ്. അവർ പറഞ്ഞ വാചകം, ഒറിജിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയണ്ട, എവിടുന്ന് ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് അറിയണ്ട, ഞങ്ങൾക്ക് കേൾക്കാൻ സുഖമുള്ളത്, ഞങ്ങളുടെ ചെവികൾക്ക് ഇമ്പമായി ഇത് വേണം,
അങ്ങനെ പാട്ടുപാടാൻ പഠിപ്പിച്ചു. ഇന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ ഒറിജിൻ അറിയണമെന്ന് പറയുമോ വേണ്ടെന്ന് പറയുമോ? ഓരോന്നിൻ്റെയും തുടക്കം എവിടെയാണ്? എനിക്ക് വേണമെന്ന് പറയുമോ തുടക്കം അറിയാൻ വയ്യാത്തത് കൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറയുമോ? തുടക്കം അറിയാൻ വയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് വേണ്ടെന്ന് പറയുക നല്ലത്. മുന്നോട്ട് വരാം. കായേൻ്റെ മക്കൾ പാട്ട് പഠിച്ചു. അതിനെ തുടർന്ന് വാദ്യ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ അവരെ പഠിപ്പിച്ചു. ഇതോടുകൂടെ കായേൻ്റെ പെൺകുട്ടികളിലേക്കൊരു പ്രവേശനമായി. ഈ പാട്ടുപാടിയ പെൺകുട്ടികളിലേക്ക് ഇവനൊരു പ്രവേശനമായി. ഇവിടെ വന്നാൽ അന്നേക്കൊന്ന് പോകണ്ട, ചില ദിവസങ്ങൾ ഇവിടെ ഈ പെണ്ണിൽ താമസിക്കാമെന്നായി. അതിനെ തുടർന്ന് അവരുടെ വീട്ടുകാരോട് പറഞ്ഞു, മരം വെട്ടി വീട് വെക്കാൻ പഠിപ്പിക്കാം. അതുവരെ ഗുഹകളിലാണ് മനുഷ്യൻ താമസിച്ചത്. മരം വെട്ടി വീട് വെക്കാൻ പഠിപ്പിക്കാം. അങ്ങനെ മരം വെട്ടി വീട് വെച്ചു. അപ്പോഴത്തേക്ക് ഇവർ സൊസൈറ്റിയിൽ ഉയർന്നവരായി. അതിനെ തുടർന്ന് പറഞ്ഞു, നിങ്ങളുടെ പെൺകുട്ടികളെ അധികം മനോഹരികളാക്കി തരാം. അതിനുവേണ്ടി കൈയുടെ നഖത്തിൽ കളറടിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യം പയ്യെ മാറി. ചിറിയൽ കളറടിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യം മാറി. അതോടുകൂടെ സാത്താന് വസിക്കുവാൻ സൗകര്യം കൂടുതലായി. ഇങ്ങനെ കൈയുടെ നഖത്തേലും ചിറിയേലും കളറടിച്ചു. തുടർന്ന് അവരുടെ തലമുടി ഡൈ ചെയ്തു. കൈയുടെ വെള്ളയും കാലിൻ്റെ വെള്ളയും ഡൈ ചെയ്തു. പെൺപിള്ളേരെ കണ്ടാൽ സൗന്ദര്യവതികൾ എന്നവർക്ക് തോന്നി. പക്ഷെ സാത്താൻ അവരിൽ വസിക്കുവാൻ അവസരം വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ പഠിപ്പിച്ചു. ഇതുവരെ കൃഷി ചെയ്യാൻ പഠിച്ചാൽ ഇവിടുന്ന് ഞാൻ ഇനി മാറി, ആദം ഹവ്വമാരുടെ പുസ്തകത്തിൽ നിന്ന് മാറി. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഹാനോക്കിൻ്റെ പുസ്തകത്തിലാണ്. ഫോളൻ ഏഞ്ചൽസ് എന്ന ഹാനോക്കിൻ്റെ പുസ്തകത്തിലാണ്. ഈ പുസ്തകത്തിൽ നിന്നുകൊണ്ട് ഇവരോട് പറഞ്ഞു, നിങ്ങളെ ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ പഠിപ്പിക്കാം. പണ്ടൊക്കെ ഒരു വർഷം മുഴുവനും അധ്വാനിച്ച കോതമ്പ് കൊയ്തുകൊണ്ട് വന്നാൽ ആ വർഷം തിന്ന് തീർക്കുക, അല്ലാതെ മാർഗമില്ല. പിന്നെ വെച്ചേക്കാനൊന്നും ഇല്ല. ശാസ്ത്രീയമായി കൃഷി പഠിപ്പിച്ചതോടെ ഒരു വർഷം കൃഷി ചെയ്താൽ 10 വർഷം തിന്നാനുള്ള കോതമ്പായി. അപ്പോൾ 9 വർഷത്തേക്കുള്ള കോതമ്പ് മിച്ചം വന്നു. ഈ മിച്ചം വന്ന കോതമ്പ് കൊണ്ട് ചാരായം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ചാരായം കുടിച്ചതോടെ പിള്ളേർക്ക് സ്പിരിറ്റ് ഇളകി, തോന്നിയ പോലെ ഒക്കെ നടക്കാൻ തുടങ്ങി. അപ്പോഴീ പിള്ളേരോട് പറഞ്ഞു, നിങ്ങളെ യഥാർത്ഥ സുന്ദരികളാക്കാൻ ഉള്ള പരിപാടി ചെയ്യാം. നിങ്ങൾ പാട്ടുപാടുന്ന കൂട്ടത്തിൽ ഡാൻസും കൂടെ ചെയ്യണം. കലാപരിപാടികൾ പലത് പഠിപ്പിച്ചു. അതിനെ തുടർന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട്. അവരുടെ ശരീരത്ത് ആഭരണങ്ങൾ അണിയിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ആഭരണങ്ങളില്ല. അവരെ ആഭരണങ്ങൾ അണിയിച്ചു. ഇതിനെ തുടർന്ന് 200ഓളം വരുന്ന ഒരു ദൂത സമൂഹം ഇറങ്ങി വന്നു. ഈ പെൺകുട്ടികളിൽ താമസിച്ചുകൊണ്ട് 200ഓളം വരുന്നൊരു ദൂതസംഘം ഇറങ്ങി വന്നു. അവരുടെ നേതാവിൻ്റെ പേര് ലേവ്യ പുസ്തകത്തിലെ പേരുണ്ട്. ഒറ്റ പ്രാവശ്യമേ ബൈബിളിലെ പേരുള്ളൂ. ഇപ്പം നമുക്ക് ഓർമ്മയുള്ളവർക്ക് പെട്ടെന്ന് ഓർക്കാൻ, മഹാപാപ പരിഹാര ബലിയുടെ ദിവസം 2 ആട്ടുകൊറ്റനെ കൊണ്ട് അസസേൽ മഹാപാപ പരിഹാരയുടെ ദിവസം 2 ആട്ടുകൊറ്റനെ കൊണ്ടുവരണം. ഒന്നിനെ യഹോവയ്ക്കെന്നും മറ്റൊന്നിന് അസസേലിനെന്നും ചീട്ടിടണം. അസസേലിൽ നിന്ന് ചീട്ട് വീഴാൻ ആട്ടുകൊറ്റനെ പാളയത്തിൻ്റെ പുറത്തു കൊണ്ട് കളഞ്ഞേച്ച് വന്നിട്ടേ പാളയത്തിനകത്ത് യാഗം നടക്കത്തുള്ളൂ. രണ്ടാമതിറങ്ങി വന്ന 200ഓളം ദൂതന്മാരുടെ നേതാവായിരുന്നു അസസേൽ വന്ന് ഇവരെ കുറച്ച് കാര്യം കൂടെ പഠിപ്പിച്ചു. ഒന്ന്, കണ്ണെഴുതാൻ പഠിപ്പിച്ചു. കണ്ണിൻ്റെ പുരിയം മേക്കപ്പ് ചെയ്യാൻ പഠിപ്പിച്ചു. അടുത്തത്, ശരീരഭാഗങ്ങളിൽ കിഴുത്തയിടാൻ പഠിപ്പിച്ചു. ചെവിക്ക് കിഴുത്തയിട്ട് ആഭരണങ്ങൾ ഉറപ്പിക്കാൻ പഠിപ്പിച്ചു. മൂക്കിന് കിഴുത്തയിട്ട് ആഭരണങ്ങൾ ഉറപ്പിക്കാൻ പഠിപ്പിച്ചു. ഇതോടെ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും പൂർണ്ണമായി നഷ്ടപ്പെട്ടു. മനുഷ്യൻ ദൈവത്തിൻ്റേതല്ലാത്ത ഒരു സാദൃശ്യത്തിലേക്ക് മാറ്റി. ഇവരുടെ അകത്ത് സാത്താന് വസിക്കുവാൻ അവസരമായി. അതിനെ തുടർന്ന് മനുഷ്യ പെൺകുട്ടികളെ വീണുപോയ ദൂതന്മാർ വിവാഹം കഴിച്ചു. അവർക്ക് രാക്ഷസ സന്തതികളുണ്ടായി. എനിക്കൊന്ന് വലിയൊരു ഭാഗത്ത് ഞാൻ വന്നു. ദൈവിക സംസ്കാരത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുവാൻ, ദൈവപ്രമാണങ്ങളിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുവാൻ തന്നെക്കൊണ്ട് കഴിയുന്ന സകലതും ചെയ്യുന്നൊരു പ്രവണത ലൂസിഫറിൻ്റെ ആരംഭം മുതലുണ്ട്. ഇന്ന് പകൽ എനിക്ക് പറയാനുണ്ട്, പിശാചേ, നിൻ്റെ തന്ത്രം എന്നിൽ വേണ്ട. ഞാൻ നിൻ്റേത് അംഗീകരിക്കത്തില്ല. ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് ഒരു പദം കൂടെ പറയട്ടെ. നാളെ ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കും. ഒരു പദം കൂടെ പറയട്ടെ. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയ മനുഷ്യൻ ജോൺ വെസ്ലിയ. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയ വ്യക്തി ജോൺ വെസ്ലിയ.
17 ലക്ഷം ആളുകളെയാണ് അദ്ദേഹം സ്നാനത്തിലേക്ക് ഇറക്കിയത്. 17 ലക്ഷം. ജോൺ വെസ്ലിയുടെ വേർപാടിൻ്റെ വലിപ്പം, കയ്യിൽ ഒരു മോതിരമോ ശരീരത്തൊരാഭരണമോ ഉള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ അദ്ദേഹം വാങ്ങത്തില്ല. ക്വസ്റ്റ്യൻ: നിൻ്റെ മേൽ കാണുന്ന സ്വരൂപവും മേലെഴുത്തും ആരുടേത്? ഇത് ദൈവികമല്ല. ദൈവികമല്ലാത്ത ഒരു സ്വരൂപമോ മേലെഴുത്തോ നിൻ്റെ മേൽ സ്വീകരിച്ചെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ഞാൻ പാപത്തിന് കൂട്ടാളിയാകത്തില്ല. അദ്ദേഹത്തിൻ്റെ നിഗമനം അതായിരുന്നു. ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ച അളവുകളാണ് ഞാൻ പറഞ്ഞത്. 17 ലക്ഷത്തെ സ്നാനപ്പെടുത്തുവാൻ ദൈവം അദ്ദേഹത്തിന് കൃപ കൊടുത്തു. ഞാനിനി മാറട്ടെ. ഇന്ന് ഈ പുതിയ നിയമയുഗത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ തിരികെ പണിയുവാൻ ഒരു വിളിയുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു. ആദമിനെ ആദ്യം ഏൽപ്പിച്ചു, ആദം നഷ്ടപ്പെടുത്തി. പിന്നത്തേതിൽ ദൈവം നോഹയെ ഏൽപ്പിച്ചു, നോഹ നഷ്ടപ്പെടുത്തി. പിന്നത്തേതിൽ ദൈവം അബ്രഹാമിനെ ഏൽപ്പിച്ചു, അബ്രഹാം ഒരളവിൽ കൊണ്ട് നടന്നു. അബ്രഹാമിൻ്റെ സന്തതിയിൽ നിന്ന് യേശു വന്നു, ഭരണം ഏറ്റെടുത്തു. യേശു ഒരു കൂട്ടം ഭക്തന്മാരെ തിരഞ്ഞെടുത്തു. അവരെ തിരഞ്ഞെടുത്തേച്ച 12 ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥന പറഞ്ഞു തരാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയേണ്ടത്, അങ്ങയുടെ രാജ്യം വരണമേ. നിങ്ങളെ എന്തിനാണ് ഞാനിവിടെ ആക്കുന്നതെന്നറിയാമോ? ലൂസിഫർ പരാജയപ്പെട്ട ഇടത്ത് അവൻ കൊണ്ടുവന്നത് അവൻ്റെ രാജ്യമാണ്. നമുക്കിത് നാളെയെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് കാണാം. ലൂസിഫറിൻ്റെ സാമ്രാജ്യത്തിൽ അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോഡലുകൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ച് എന്നപ്പോൾ കിട്ടിയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഇന്ന് ഇൻ്റർനെറ്റിൽ ഇതെല്ലാം കിട്ടും. സകലതും ഇൻ്റർനെറ്റിൽ കിട്ടും. ആവശ്യമുള്ളവർക്ക് തപ്പിയെടുക്കാം. ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ മോഡൽ കാണുമ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കാം. ദൈവത്തിന് വിരോധമായതൊന്നും ചെയ്യാതെ ദൈവത്തിൻ്റെ കൾച്ചർ ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ അങ്ങയുടെ രാജ്യം വരണമേ. ഇന്ന് എനിക്ക് നിങ്ങൾക്ക് ആ തീരുമാനമുണ്ടെങ്കിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ വിശുദ്ധ ദൂതന്മാരെ തരും. വിശുദ്ധ ദൂതന്മാർ ഒരിക്കലും ഈ ഭൂമിയിൽ വന്ന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യത്തില്ല, നമ്മിൽ വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അശുദ്ധ ദൂതന്മാർ ഈ ഭൂമിയിൽ വന്ന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യത്തില്ല, അശുദ്ധനിൽ വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എന്നിൽ വസിക്കുന്നത് വിശുദ്ധ ദൂതന്മാരാണെങ്കിൽ എനിക്ക് വല്ലതുമൊക്കെ ചെയ്യാൻ കഴിയും. മോശയുടെ കാലത്ത് മോശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ, അങ്ങാണല്ലേ അത്ഭുതം ചെയ്തത്. ചെങ്കടൽ പിളർന്ന കാര്യമാണ്. ദൈവം മോശയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മോശെ, നിൻ്റെ കൈ നീട്ടിയെടുക്ക്, കാര്യം എൻ്റെ ദൂതൻ നിന്നിലാണ് വസിക്കുന്നത്, എൻ്റെ ആത്മാവ് നിന്നിലാണ് വസിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ പൂർണ്ണഹിതത്തിന് ജീവിക്കുവാൻ തീരുമാനിച്ചുവെന്നൊരു വ്യക്തിയുടെ ഹൃദയം കൊണ്ട് പറയുമ്പോൾ ദൈവം അത് പ്രായോഗികമായി കാണുമ്പോൾ, ചുമ്മാ വല്ലതും വാഗൊണ്ട് പറഞ്ഞു വിടുന്നതല്ല, ദൈവം അത് പ്രായോഗികമായി കാണുന്നതോടുകൂടെ തൻ്റെ ശക്തി അവരോടുകൂടെ അയക്കുകയും അവരെ ഉപയോഗിച്ച് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ കർത്താവ് തയ്യാറാകുകയും ചെയ്യും. ലോകത്തിൽ പ്രയോജനപ്പെട്ടവരെല്ലാം അങ്ങനെയാവുന്നത്. അല്ലാത്തവർ പ്രയോജനപ്പെട്ടിട്ടില്ലേ? ഒരു ചോദ്യം ചോദിക്കാം. പ്രയോജനപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇവിടുത്തെ കർത്താവിൻ്റെ ദാസൻ്റെ കൈ കിട്ടിയ ചില്ലറ രൂപ കൊണ്ട് 1000-ഓ 10,000-ഓ 1,00,000-ഓ 2,00,000-ഓ കൊണ്ട് അദ്ദേഹം ഇന്ന് നിങ്ങൾ ഈ കാണുന്നതിന് വേണ്ട ഒരു പണിയൊക്കെ ചെയ്തെടുത്തു. എൻ്റെ കയ്യിൽ തന്ന ചില ലക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾ കാണുന്ന പോലെ ചില പണിയൊക്കെ ചെയ്തു. നമ്മളൊക്കെ ചെയ്തതിനേക്കാൾ എത്ര 1000 കോടി മടങ്ങ് പൈസ മുടക്കി ജോലി ചെയ്തവർ ഇവിടെ ഇന്ത്യയിലുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, വൃത്തികേട്. അതുകൊണ്ട് ഇന്ത്യയുടെ 1% കർത്താവിന് വേണ്ടി വെറുതിരിക്കാൻ അവന്മാരെ കൊണ്ടൊത്തില്ലല്ലോ. ഞാൻ പറയുന്ന ഒരു തെറ്റായിട്ട് എടുക്കരുത്. ഇവിടെ കോടി 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 കണക്കിന് രൂപ മുടക്കി ഇവിടെ ഭയങ്കര കാര്യങ്ങൾ ചെയ്തവരെ കൊണ്ട് ഇന്ത്യയുടെ 1% കർത്താവിന് വേണ്ടി നേടുവാൻ കഴിഞ്ഞില്ലല്ലോ. അതാണ് സ്ഥിതിയെങ്കിൽ എന്നാ പ്രയോജനപ്പെട്ടെന്നായി പറയുന്നത്. ബെന്നിഹിൻ മുടക്കിയ ആ ഒരു പേര് ഞാൻ എടുക്കുകയാണ്, ഇന്ത്യക്കാരനല്ലാത്തതുകൊണ്ട്. ബെന്നിഹിൻ മുടക്കിയ പണവും ബെന്നിഹിൻ്റെ പുറകിൽ ആളുകളുടെ അധ്വാനവും ചേർത്താൽ ഭൂമിയുടെ 10-1 കുറഞ്ഞാലും 10-1 കർത്താവിലേക്ക് വരേണ്ടതായിരുന്നു. എന്നാ ഒന്നും പ്രയോജനപ്പെട്ടു എന്ന് ഞാനൊരു വശത്ത് പറയുമ്പോൾ എന്നതാ പ്രയോജനപ്പെട്ടത്? വിലയിരുത്തുന്നവർക്കായി സ്തോത്രം. അതിനേക്കാൾ കൂടുതൽ നമ്മുടെ കയ്യിൽ കിട്ടിയ അല്പം കൊണ്ട് നമ്മളാണ് പ്രയോജനപ്പെടുന്നത്. ദൈവമുമ്പിൽ ദൈവിക വിശുദ്ധിയോടും ദൈവിക വേർപാടോടും കൂടെ ജീവിച്ചവരെ ദൈവം ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് പ്രൊജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഏറെക്കുറെ പകുതിയോടുകൂടെ പ്രൊജക്റ്റ് ചെയ്യേണ്ടിയിരുന്ന ഒരു സ്ലൈഡുണ്ട്. ദൈവത്തിന് നിങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണി കൃപ ഏൽപ്പിക്കാൻ കഴിയുമോ?
ഞാൻ എപ്പോഴും ദൈവസന്നിധിയിൽ എന്നെ തന്നെ ശോധന ചെയ്ത് ചോദിക്കുന്നൊരു കർത്താവേ, ക്യാൻ യു ട്രസ്റ്റ് മീ? എന്നെ വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുമോ? വിശ്വസിച്ചേൽപ്പിച്ചാൽ ഞാൻ ദൈവത്തെ ചതിച്ചേച്ചു പോമോ? യൂദ കാണിച്ച പോലെ. വിശ്വസിച്ചേൽപ്പിച്ചാൽ പത്രോസ് കാണിച്ച പോലെ ഞാൻ തള്ളി പറഞ്ഞു പോമോ? എൻ്റെ സ്ഥിതി എന്തായിരിക്കും? എന്നെ ദൈവത്തിന് വിശ്വസിക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക്, ഞാനും എൻ്റെ മക്കളും മരുമക്കളും എൻ്റെ ഭാര്യയും, കിട്ടുമെങ്കിൽ കൊച്ചുമക്കളും കൂടെ ചേർന്ന് എല്ലാ മാസവും ഒരു മീറ്റിംഗ് കാണും. ഈ ഫെബ്രുവരി മാസത്തെ, ജനുവരിയിൽ ഇത് കഴിഞ്ഞു. ഫെബ്രുവരി മാസത്തെ മീറ്റിംഗ് 2-ാം തീയതിയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നത് ട്രെയിനിനാണ്, പക്ഷേ തിരിച്ച് അങ്ങോട്ട് പോകുന്നത് ഫ്ലൈറ്റിനാണ്. കാര്യം ഫെബ്രുവരി 1-ാം തീയതി വരെ എനിക്കിവിടെ മീറ്റിംഗ് ഉണ്ട്. 2-ാം തീയതി ഉച്ചയ്ക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ബാംഗ്ലൂരിൽ. 2-ാം തീയതി വൈകിട്ട് എനിക്ക് ഫാമിലി മീറ്റിംഗ് ഉണ്ട്. എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയും മരുമക്കളെയും എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ഒറ്റയ്ക്ക് മാറിയിരുന്ന് എവിടെയെങ്കിലും ഇടുന്നു, ഒരു ഡിന്നറും കഴിച്ച് പിരിയും, ഒത്തിരി കളിയും തമാശയും ഒക്കെ പറയും. പക്ഷെ ഗൗരവമായൊരു ചോദ്യം ചോദിക്കും, കുഞ്ഞുങ്ങളെ, ദൈവത്തിന് നിങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണാൻ കഴിയുമോ? എന്നെ ദൈവത്തിന് വിശ്വസ്തനെന്ന് എണ്ണാൻ കഴിയുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നന്നായിട്ട് കുറ്റം പറയും. എൻ്റെ പിള്ളേർ വരും, ഡാഡിയിലെ ഇന്ന കാര്യം തെറ്റാണ്, ഈ മാസം നടന്ന ഇന്ന സംഭവം തെറ്റാണ്, ഇന്ന സംഭവം തെറ്റാ, മമ്മിയുടെയിലെ ഇന്നത് തെറ്റാ. ഞങ്ങൾ അങ്ങോട്ട് പറയും, നിങ്ങൾ കാണിച്ച ഇന്നത് തെറ്റാ. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും ശരിയും പറഞ്ഞ് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒരു ചോദ്യമുണ്ട്, ഗോഡ് ക്യാൻ യു ട്രസ്റ്റ് മീ? കർത്താവ്, എന്നെ വിശ്വസ്തനെന്ന് എണ്ണി എന്നെ ശുശ്രൂഷ ഫലമേൽപ്പിക്കാൻ അങ്ങേക്ക് കഴിയുമോ? ഇന്ന് നമുക്ക് ദൈവത്തോടൊന്ന് ചോദിക്കാം. തിരുവചനത്തിൻ്റെ ആഴത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കഴിവിൽ കർത്താവെ, അങ്ങയെ സേവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു 10 മിനിറ്റും കൂടെ ഞാൻ ഇനി വേറൊരാശയത്തിൽ കൂടെ പോയി നിർത്താം. നാളെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും, ഇതിനേക്കാളൊക്കെ ആഴത്തിലായിരിക്കുമെന്ന് മാത്രം. ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ സ്വർഗത്തിൽ ആത്മാവിനെ നിസ്വ സൃഷ്ടിച്ചു, ഭൂമിയിൽ ശരീരം കൊണ്ടിട്ടു. നിലത്തെ പൊടി കൊണ്ടുണ്ട ശരീരത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് നിസ്വ ഊതിക്കേറ്റി. അകത്തെ മനുഷ്യൻ ആത്മീയനും പുറമേ മനുഷ്യൻ ഭൗതികനുമായി ആദം ജീവനുള്ള ദേഹി ആയിത്തീർന്നു, എഴുന്നേറ്റു. ആദമിന് കൊടുത്ത ദൈവകൃപ ആദം കളഞ്ഞു കുളിച്ചു. കർത്താവ് യേശുവിൻ്റെ ജനനത്തോടുകൂടെ മറിയമിൻ്റെ അടുക്കൽ ഒരു ശബ്ദം കേട്ടു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ആ ശബ്ദത്തെക്കുറിച്ച്, വചനമാണ് ജഡമായി ഉരുത്തിരിഞ്ഞത്, ആ ശബ്ദത്തെക്കുറിച്ച് അത് പരിശുദ്ധാത്മാവിനാലാണ് ഉണ്ടായത്. ദൂതനല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവിനാൽ ദൂതൻ്റെ വായിലൂടെ വരികയായിരുന്നു. ദൈവം മറിയയിലേക്ക് ആ ശ്വാസം അയക്കുകയായിരുന്നു. മറിയയുടെ ഉള്ളിലേക്കൊരു ശ്വാസം വരികയും അത് ക്രിസ്തുവായി വചനം, ശ്വാസം, വാചകം, ശബ്ദം വരികയും ആ ശബ്ദം ജഡരൂപത്തിൽ ഉരുത്തിരിയുകയുമായിരുന്നു. മറിയയുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ശൈശവപ്രായത്തിൽ കുടിക്കാൻ കൊടുക്കാൻ അമ്മയുടെ പാലില്ലാഞ്ഞത്. യേശുവിൻ്റെ ചെറുപ്പത്തിൽ കൊറ്റി കഴിച്ചത് തൈരും തേനും കൊണ്ടാണ്. കുടിക്കാൻ കൊടുക്കാൻ അമ്മയുടെ പാലില്ലായിരുന്നു. നൈസർഗികമായ ഒരു വ്യത്യാസം അമ്മയ്ക്ക് വന്നിട്ടില്ല. അമ്മയിൽ നിന്ന് ഒരു തുള്ളി രക്തം എടുത്തിട്ടില്ല. വചനം ജഡമായി ഉരുത്തിരിഞ്ഞു. ആ വചനമാകുന്ന ക്രിസ്തു ജനിച്ചു. അതിൻ്റെ മുകളിലാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് 2 ആവർത്തി സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായത്. ക്രിസ്തു ദൈവത്താൽ ഊതപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവാണ്. യേശുവിൻ്റെ കാൽവറി മരണത്തിങ്കൽ യേശു കാൽവറിയിൽ പിതാവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിച്ചു. പിതാവേ, തൻ്റെ ആദമിനെ ഏൽപ്പിച്ച ആത്മാവിനെ അവൻ കളഞ്ഞു കുളിച്ചു. ഒടുക്കത്തെ ആദമായ ഞാൻ എന്നെ ഏൽപ്പിച്ച ആത്മാവിനെ പരിപാലിച്ചു, സൂക്ഷിച്ചു. അത് ഞാൻ അങ്ങയ്ക്ക് കൈമാറട്ടെ. ഒരു വാക്കിലൂടെയാണ് അങ്ങയുടെ ആത്മാവ് മറിയയിലേക്ക് വന്നത്. അടിയൻ്റെ വാക്കിലൂടെ ഈ ആത്മാവിനെ തൃക്കരങ്ങളിൽ തിരികെ തരട്ടെ. ഇങ്ങനെ പറഞ്ഞ ശേഷം YLT യങ്സ് ലിറ്ററൽ ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത്, സ്വർഗത്തേക്ക് നോക്കി ദീർഘനിശ്വാസം നടത്തി. ഈ ബ്രീത്ത് ഔട്ട് ഹിസ് സ്പിരിറ്റ്. പിതാവിങ്കിലേക്ക് തൻ്റെ ആത്മാവിനെ ഊതി ഏൽപ്പിച്ചു. ആദമിൻ്റെ മേൽ ഇങ്ങോട്ട് ഊതിയതുണ്ടല്ലോ, അങ്ങോട്ട് തിരിച്ചു പിടിച്ചു, ഒരു ഊത്തൂതി. പിതാവിങ്കിൽ നിന്ന് തൻ്റെ മേൽ വന്ന ആത്മാവിനെ തിരിച്ച് പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചേച്ച് യേശു മരിച്ച് 3 ദിവസം കല്ലറയ്ക്കകത്തായിരുന്നു. നാളെ അതിൻ്റെ ചരിത്രം ഒന്നുകൂടെ തൊടാം. ഒത്താൽ ചാവുകട ലിഖിതത്തിൽ യേശുവിൻ്റെ മരണസമയത്ത് എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് ഭയങ്കര വിശദീകരണമുണ്ട്. ഒരു പുസ്തകം അങ്ങനെ കിടപ്പുണ്ട്.
നിക്കോദിമോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു പുസ്തകം അങ്ങനെ കിടപ്പുണ്ട് ചാവുകട ലിഖിതത്തിൽ. അതിനകത്ത് യേശുവിൻ്റെ മരണസമയത്ത് യേശു എവിടെയായിരുന്നു എന്നതിന് ഭയങ്കര തെളിവുകളാണ് ഹാജരാക്കുന്നത്. ഞാൻ മുന്നോട്ട് വരട്ടെ. തൻ പിതാവിനെ ഊതി ഏൽപ്പിച്ച ശേഷം 3 ദിവസം അപ്രത്യക്ഷനായി. യേശു തിരികെ ഉയർത്തെഴുന്നേറ്റ അന്ന് വൈകിട്ട് ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി. 10 പേരെ ഉള്ളൂ, തോമസ് വന്നിട്ടില്ല. ഈ 10 പേരെ ഒരുമിച്ച് കൂട്ടി അവരുടെ മേൽ ഊതി. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. എന്നെ ഇങ്ങോട്ട് അയച്ചത് ഒരു ഊത്തിലൂടെയാണ്, ഞാൻ നിങ്ങളെ ഒരു ഊത്തിലൂടെ അയക്കുക. പിതാവ് എൻ്റെ മേൽ എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതി. എന്തിനായിരുന്ന ഊത്ത്? പിതാവിങ്കിൽ നിന്ന് തൻ്റെ മേലുള്ള ആത്മാവിനെ ആ ശിഷ്യന്മാരുടെ മേൽ പകരുകയായിരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞ്, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിന് വേണ്ടി കാത്തിരിക്കണം. താൻ എന്ത് ചെയ്താലും നിഴലാണ് ആദ്യം കാണിക്കുന്നത്, പൊരുൾ പുറകിലത്തേതിൽ വരികയുള്ളൂ. നിഴലായി ഞാനൊന്ന് ഊതിയെങ്കിലും സത്യത്തിൽ ഊതേണ്ടത് ഞാനല്ല, പിതാവാണ്. അതിന് നിങ്ങൾ യെരൂശലേമിൽ കാണണം. അവർ യെരൂശലേമിൽ ഒരുമിച്ച് കൂടിയിരുന്നു. 120 പേർ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. ലൈക്ക് എ വയലൻറ്റ് ബ്രത്ത് എന്ന പദമാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ YLT യങ്സ് ലിറ്ററൽ ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത്. ലൈക്ക് എ വയലൻറ്റ് വിൻഡ്, അതിശക്തമായൊരു കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആ മുറിക്കകത്തേക്ക് ഒരു ഒറ്റ ഊത്ത് പിതാവ് ഊതി. ആ ഊത്തിൽ നിറഞ്ഞവരാണ് ഞാനും നിങ്ങളും. യേശുവിൻ്റെ മേൽ ഊതിയതുപോലെ അത് വയലൻ്റ് അല്ലായിരുന്നു, ഇറ്റ് വാസ് മൃദുവായിരുന്നു. എൻ്റെ മേലും നിങ്ങളുടെ മേലും ഊതിയത് വയലൻ്റായിട്ടാണ്. ലോകത്തിൻ്റെ 5 വൻകരകളിൽ എത്തത്തക്കവണ്ണം ആ വയലൻസോടുകൂടി ഊത്തൂതി. പോയി എൻ്റെ രാജ്യം സ്ഥാപിക്കും. പിശാച് ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. വ്യത്യസ്ത ഉപദേശ പെശകുകൾ, വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത കൾച്ചറുകൾ ഇട്ടുകൊണ്ട് ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. മറക്കരുത്, ഈ കൾച്ചറുകൾക്കകത്ത് വീണു പോകാതെ ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുമെങ്കിൽ ഇനിയും ഒരു വിഭാഗത്തെ കേരളത്തിൽ നിന്ന് പൊക്കുവാൻ എൻ്റെ ദൈവത്തിനുണ്ട്. സെൻറ്റ് തോമസ് നേരിട്ട് ഇവിടം വരെ വരികയും ഇവിടം സുവിശേഷീകരണം നടത്തുകയും ചെയ്തെങ്കിൽ അതിൻ്റെ അനന്തരവന്മാരായി ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലെ ദൈവത്തിന് ഇവിടുന്ന് പൊക്കാനുണ്ട്. അങ്ങനെ പൊങ്ങി വരുന്ന വിഭാഗം ഈ ഭൂമിയെ പിടിച്ചടക്കുവാൻ, ദൈവിക കൾച്ചറിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കിടയാക്കട്ടെ. എനിക്ക് തോന്നുന്നു ഞാനൊരു വലിയ ചരിത്രമെടുത്ത് അങ്ങേയറ്റം സംക്ഷിപ്തമാക്കി ശാസ്ത്രത്തിൻ്റെയും വേദപുസ്തകത്തിൻ്റെയും തെളിവോടുകൂടെ 100% തെളിവോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. വേദപുസ്തക പ്രകാരം അറിയേണ്ട കാര്യങ്ങളിൽ പലതിൻ്റെയും ചില ചോദ്യങ്ങളുടെയും മറുപടി ഞാൻ ഇന്ന് തന്ന വിശദീകരണത്തിലുണ്ട്. യേശു തന്നെ പറഞ്ഞു, ഉപദേശത്തിൻ്റെ പെശകുകൾ, ജീവിതത്തിൻ്റെ പെശകുകൾ, സംസ്കാരത്തിൻ്റെ പെശകുകൾ എല്ലാം വരും. അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ പറഞ്ഞു, നിൻ്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. കാര്യം നീ നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പിതൃഭവനത്തിൻ്റെയും കൂടെ താമസിച്ചാൽ എത്ര യുഗം കഴിഞ്ഞാൽ നീ നന്നാകുകയില്ല. പിന്നെയും അവരിലുള്ള പാരമ്പര്യങ്ങൾ നിന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കും. ആ പാരമ്പര്യം ഉള്ളിടത്തോളം എനിക്ക് നിന്നെ ഉപയോഗിക്കാനൊക്കത്തില്ല. എനിക്ക് നിന്നെ ഉപയോഗിക്കണമെങ്കിൽ എൻ്റെ പാരമ്പര്യത്തിൽ നീ വന്നേ മതിയാകും. ഇന്ന് പകൽ ദൈവിക പാരമ്പര്യത്തിൽ വരുവാൻ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ഒത്തിരി നേരം മുന്നോട്ട് വന്ന് നമുക്കില്ല, എങ്കിലും ദൈവിക പാരമ്പര്യത്തിൽ വന്നവരെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. കഴിവുള്ള എല്ലായിടത്തും പിശാച് വഴക്കുണ്ടാക്കും. കഴിവുള്ള എല്ലായിടത്തും അവൻ വരും. കാരണം എന്താ? അവനൊരു സാമ്രാജ്യം പണിയണം. ഈ ഭൂമിയിൽ അവനൊരു സാമ്രാജ്യം പണിയണം. അതിന് നമ്മളെയാണ് അവൻ ഉപയോഗിക്കാനുള്ളത്, വേറെ ആരെയും കിട്ടാനില്ല. ഇന്ന് ഞാൻ ആരുടെ ഭാഗത്തായിരിക്കും? ദൈവിക സാമ്രാജ്യം പണിയുവാനോ പൈശാചിക സാമ്രാജ്യം പണിയാനോ നാം ഒരു തീരുമാനത്തിൽ വരാം. ഞാൻ സിനിമ കണ്ടിട്ടില്ല, എൻ്റെ ആയുസ്സിൽ സിനിമ കണ്ടിട്ടില്ല. സിനിമ കണ്ട കുഴപ്പമില്ലെന്ന് ആളുകൾ പറയാറുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. കാണാഞ്ഞതുകൊണ്ട് ഏതാണ്ട് കുഴപ്പം വന്നു പോയെന്ന് പറയാൻ ഒന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ലായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. കാണാത്തിടത്തോളം കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ കാണാൻ പോകുന്നു? അതില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ, ദൈവസൃഷ്ടിയുടെ ഉള്ളിൽ മാത്രം നിൽക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തിന് വേറൊന്നിന് പോകണം? നാട്ടുകാരൻ എന്നെ കണ്ടിട്ട് സിനിമ കാണാത്തതുകൊണ്ട് നീ കറുത്തിരിക്കുന്നു പറഞ്ഞാൽ കറുത്തിരുന്നോട്ട്. സിനിമ കാണാഞ്ഞോട്ട് നിനക്ക് 2 കണ്ണേ ഉള്ളൂ, അല്ലെങ്കിൽ 4 കണ്ണ് വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടല്ലോ. എനിക്ക് ദൈവം തന്നത് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സിനിമ എന്നൊരു ഉദാഹരണത്തിന് മാത്രം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്തെടുത്താലും അതില്ലെങ്കിൽ എനിക്കെന്താ തകരാറെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനായി സ്തോത്രം. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ 18 വർഷം ജോലി ചെയ്തു.
മദ്യപാനം എന്നത് അവിടെ ഒരു കുറ്റമല്ല, അവിടെ ഒരു പതിവാണ്, സാധാരണ പതിവാണ്. മദ്യപിച്ചാൽ അതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്ന് അവർ പഠിപ്പിക്കുന്നു. മദ്യം നിർബന്ധമായി അവർ തരുന്നു, അവർ ഫ്രീ ആയിട്ട് തരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനമായിരുന്നു വേണ്ടാന്ന്. ഞാനത് എടുത്തിട്ടില്ല. എന്നെപ്പോലെ ആയിരങ്ങളുണ്ട് എടുക്കാത്തവർ. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഒരു ദോഷവും വന്നില്ല. അതുപോലെ പലതും ലോകം ശഠിക്കുന്ന പലതുമുണ്ട്. വേണ്ട എന്ന് ഞങ്ങൾ വെച്ചു. അതുകൊണ്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ നീതിമാന്മാരായി ജീവിക്കുന്നു. കർത്താവേ, അങ്ങയ്ക്ക് എന്നെ വിശ്വസ്തനെന്ന് എണ്ണാമോ? ദൈവം നമ്മെ വിശ്വസ്തരെന്ന് എണ്ണിയ കൃപാവരങ്ങൾ തരുന്നത്. പൗലോസേ, അങ്ങ് വിശ്വസ്തത തെളിയിച്ചിട്ടല്ല കൃപാവരം തന്നത്. വിശ്വസ്തനെന്ന് എണ്ണി എന്നെ കൃപയേൽപ്പിച്ചു. ഇന്നിതിനകത്തിരിക്കുന്ന ചിലർ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ വിശ്വസ്തരെന്ന് എണ്ണി ഇന്നും നാളെയുമായി ദൈവം ചിലർ നിങ്ങളെ ഏൽപ്പിക്കും. വിശ്വസ്തരെന്ന് എണ്ണി അതിനങ്ങ് വിട്ടുകൊടുത്താൽ മതി. അനേകരുടെ മുഖച്ഛായ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനേകരെ ദൈവം ശക്തീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മിൽ ചിലരെ കൂടെ ദൈവം ഈ 2 ദിവസം കൊണ്ട്, രണ്ടാമത്തെ സെക്ഷൻ തീരുകയാണ്, ഇനി 2 സെക്ഷനെ മിച്ചമുള്ളൂ. കർത്താവ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഏഴകൾക്ക് തന്ന ദൈവകൃപയ്ക്കായി നന്ദി കർത്താവേ, നന്ദി. തൃക്കരങ്ങളിൽ അടിയനെ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ജനത്തെ തിരുമുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇന്ന് ഇവരുടെ വേണ്ടി ഞാനൊരു അനുഗ്രഹം ചോദിക്കുക. കർത്താവ് എന്നെ ഒരു ദർശനം കാണിക്കുന്നു. മണ്ണും നെല്ലും കൂടെ കലർന്ന ഒരു മിശ്രിതം ഒരമ്മച്ചി മുറത്തിനകത്തിട്ട് പാറ്റി കല്ല് കളയുന്ന നെല്ല് തിരിച്ച് വേർതിരിച്ചെടുക്കുന്ന ഒരു കാഴ്ച കാണാം. ഒരിക്കൽ കല്ലുമായി മിക്സായി പോയതുകൊണ്ട് നിന്നെ കളയുന്നുവെന്ന് കോതമ്പിനോട് പറയുന്നതിന് പകരം പാറ്റ് വേർതിരിച്ചെടുക്കുവാൻ ഈ രാത്രിയിൽ ഒരു പാറ്റ് ശുശ്രൂഷ നടക്കുക. വ്യക്തമായൊരു ദർശനം ദൈവാത്മാവ് കാണിച്ചതാണ്. ഞങ്ങളുടെ കർത്താവെ, ഞാൻ ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നേ. നഷ്ടത്തിൻ്റെ വക്കത്തെത്തിയ ചിലതിനെ ഇന്ന് പകൽ തിരിച്ചു കൊണ്ടുവരുവാൻ, ഇന്ന് പകൽ തിരിച്ചു കൊണ്ടുവരുവാൻ കർത്താവിന് തിരിഹിതമാകണേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. അത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കണം. കർത്താവ് അത് ചെയ്യണം എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. ഞാൻ ഒരു കാഴ്ച കൂടെ കണ്ടത് പറഞ്ഞോട്ടെ, ഒന്ന് ശ്രദ്ധിക്കാമോ? ആംസ്റ്റർഡാം 1986 നടന്ന ആംസ്റ്റർഡാം കൺവെൻഷനിൽ ബില്ലി ഗ്രഹാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബില്ലി കിം എന്ന മനുഷ്യൻ പറഞ്ഞ ഒരു ഉദാഹരണം. ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് അമേരിക്കയെ കുറിക്കുന്ന ഗൗരവമേറിയ ഒരു പ്രസ്താവന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കൊടുക്കും എന്നൊരിക്കൽ അനൗൺസ് ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന റേഡിയോയിലൂടെ അന്നേരം തന്നെ അമേരിക്കയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതിന് ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സംഘത്തെ അമേരിക്ക വിട്ടു. പക്ഷെ ടെക്നീഷ്യൻസിൽ ആരോ ഒരാൾ എളുപ്പം നടന്ന കൂട്ടത്തിൽ അതിൻ്റെ ഒരു വയർ കാലുകൊണ്ട് തട്ടിപ്പൊട്ടിപ്പോയി. അടുത്ത 1 മിനിറ്റിനകം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡിക്ലറേഷൻ നടത്താൻ എഴുന്നേൽക്കുക. അമേരിക്കയുടെ കാര്യം എന്തോ. ഈ ടെക്നീഷ്യൻ്റെ മാത്രം കുറ്റമാണിത് പൊട്ടിച്ചത്. പക്ഷേ അവിടുത്തെ ലോക്കൽ എഞ്ചിനീയർ, ടെക്നീഷ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 5 മിനിറ്റ് കഴിഞ്ഞാണ് ഇത് റിപ്പയർ ചെയ്ത് വന്നതെങ്കിൽ ഈ 5 മിനിറ്റ് ബ്രോഡ്കാസ്റ്റ് പോയി. ആ എഞ്ചിനീയർ തൻ്റെ കൈ കൊണ്ട് ആ വയറുകൾ ചേർത്ത് പിടിച്ചു. ഇത് ബില്ലി കിം 86 പറഞ്ഞ പ്രസ്താവനയാണ്. ആ 2 എൻഡുകൾ തമ്മിൽ അദ്ദേഹം ചേർത്ത് പിടിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഷോക്ക് അടിക്കുന്നുണ്ട്. തറയിൽ കാല് വെക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഷോക്ക് അടിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് ഈ ബ്രോഡ്കാസ്റ്റ് പോകും. അദ്ദേഹം ഇത് പിടിച്ചുകൊണ്ട് നിന്ന് വിറച്ചു. ഈ പവറിൽ വിറച്ച് ട്രാൻസ്മിഷൻ തീരുന്നത് വരെ പിടിച്ചുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വയർ തെറിച്ചു വീണു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ചികിത്സിച്ചു. അദ്ദേഹം സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റു. കർത്താവിനെ ഇതുപോലൊരു കാഴ്ച കാണിക്കുന്നു. പൊട്ടിപ്പോയി എന്നുള്ളത്, തീർന്നുപോയി എന്നുള്ളത് ഏതോ കുടുംബങ്ങളുമായുള്ള ദൈവിക സംസർഗം, ഏതോ സമൂഹങ്ങളുമായുള്ള ദൈവിക സംസർഗം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നിടത്ത് ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, ഒരു പക്ഷേ അതിന് വില കൊടുക്കേണ്ടതായി വരും. വില കൊടുക്കണം. ഒന്ന് ചേർത്ത് പിടിക്കുവാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ വിജയമായിരിക്കും. ദൈവം എന്നെ തള്ളിയിട്ടില്ല, ദൈവം എൻ്റെ കുടുംബത്തെ തള്ളിയിട്ടില്ല. ഇടയിലൊന്ന് നിന്നാൽ, ഒരു ഇടിവിൽ നിന്നാൽ,
ഒരു വിടുതലുണ്ട് എന്ന് മനസ്സിലാക്കി ചെയ്യാവുന്നവർ അതിനുവേണ്ടി ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഒരാലോചന ഏൽപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.